ചൂലുമായി കാശ്മീരിലേക്കുള്ള യാത്രയിൽ നമ്മളിപ്പോൾ ഫത്തേപൂരിലാണ്, രാജസ്ഥാനിലെ. ഇവര് കഴിഞ്ഞ ദിവസം നമ്മൾ ട്രാക്ടർ കണ്ടില്ലേ, ട്രാക്ടറെ പോകുന്നില്ലേ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് കൃഷി ചെയ്ത് താമസിക്കുന്ന ആൾക്കാരാണ്. രാവിലെ ചൂട് കുറവാന്നൊക്കെ ഒന്ന് പറഞ്ഞായിരുന്നു, പക്ഷെ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ചൂടുണ്ട്. കഴിഞ്ഞ ദിവസം വന്നോലെ ഒന്നല്ല കേട്ടോ, നല്ല ചൂടുണ്ട്. വേർത്ത് നല്ലല്ലേ. ഇതൊരു റെഡ് സാൻഡ്സ്റ്റോണിന്റെ ഫാക്ടറിയാ. ഇതുണ്ടോ തടി അറുത്ത് വെച്ചേക്കുന്ന പോലെ അറുത്ത് വെച്ചേക്കുന്നുണ്ടോ കല്ല്. ഇതെല്ലാം കട്ടളയാ കേട്ടോ, കട്ടള ജനലിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതുണ്ടോ ഗ്രൂവൊക്കെ അടിച്ച് വെച്ചേക്കുന്നുണ്ടോ. റെഡ് മാത്രമല്ല, ഇത് കണ്ടോ ബ്ലാക്ക് സ്റ്റോണും ഉണ്ട്. ഇത് ഞാൻ കരുതി ഗ്രാനൈറ്റ് ആയിരിക്കും. ഗ്രാനൈറ്റ് കേട്ടോ, ഗ്രാനൈറ്റാ. അതേലും ഇത് തന്നെ, ഇത് കണ്ടല്ലേ കട്ടള ജനലിനുള്ള ഇതും കണ്ടോ, ഗ്രാനൈറ്റ് കട്ട് ചെയ്യുക. കല്ലറക്കുന്ന കണ്ടോ, തടി ഇറക്കുന്ന പോലല്ലേ ഇറത്ത് വിടുന്നത്. അപ്പുറത്തെ ആ വാള് കണ്ടോ വലുത്, അത് പിന്നെ വലിയ കല്ല് ഇറക്കുന്ന. അത് ഒത്തിരി വലുതല്ലേ, ആ കൊണ്ടിട്ടേക്കുന്ന ടൈപ്പ് അതുണ്ടോ, അതൊക്കെ ഇറക്കുന്ന. അത് എന്നാ പെട്ടെന്ന് അത് അറുത്ത് വരുന്നത്, തടി ഇറക്കുന്ന പോലെ തന്നെ. ഡിസൈൻ കണ്ടോ, മെഷീനെ ചെയ്യുന്ന. അതെ, ഈ മെഷീനിലാണ് ഇത് ചെയ്യുന്നത്. ഇതൊരു മെയിൻ കട്ടള ഇരിപ്പുണ്ട്, മെയിൻ ഡോർ. ഇതുണ്ടോ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത്, കണ്ടാ കൊത്തുപണി ചെയ്ത പോലെ തോന്നുള്ളൂ. ഇതെല്ലാം മെഷീനെ ചെയ്യുന്നത്. ഇതെല്ലാം അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട്. ഇതിൽ പെയിന്റ് അടിക്കാൻ കേട്ടോ നമുക്ക്. പെയിന്റ് നമുക്ക് ഇഷ്ടമുള്ള എന്നാ വേണേലും ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ ഡിസൈൻ നല്ല രസമായിരിക്കും. നമ്മൾ ചെയ്യുന്ന നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഡിസൈൻ ഇവർ ചെയ്തു തരും വേണമെങ്കിൽ. പശുവിനെ വണ്ടി ഇടിച്ച് പശു ചെയ്ത് കിടക്കുന്നത്, അത് കുറേ ദൂരെ നിന്ന് ഇടിച്ച് നിറക്കിക്കൊണ്ട് വന്ന കേട്ടോ. ഇടിച്ച് നിറങ്ങി പോകുന്നു. കുതിരവണ്ടിയെ എന്നാ സ്പീഡിലാണ് വരുന്നത് നോക്കി. അതെ, 10-40 കിലോമീറ്റർ സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. അത് സൈക്കിളിന്റെ ടയറും കൂടെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അത്രയും സ്പീഡിൽ വരുന്നത്. സൈക്കിൾ ടയറല്ലേ ഏതായാലും ഇട്ടേക്കുന്നത്. ട്രെയിലർ ഒരെണ്ണം ഇടിച്ച് കയറിയേക്കുന്ന നോക്കി. അവിടെ ഏതോ വണ്ടി നിർത്തിയിട്ടിരുന്നതായിരിക്കും, അതിന്റെ പുറകെ വല്ലതും ഇടിച്ചായിരിക്കും. താഴെ നോക്കി, അതെല്ലാം ചുടുകട്ടകൾ റെഡിയാക്കി വെച്ചേക്കുന്നത്. ബിക്കാനീർ പോകുന്ന വഴിയാണ്. ഒരു 150 കിലോമീറ്റർ പോയാൽ ബിക്കാനീർ ആ റൂട്ടിൽ. അതിലെ വേണേലും നമുക്ക് പോകായിരുന്നു. ക്യാമൽ കൺട്രി എന്നാ ബിക്കാനീർ അറിയപ്പെടുന്നത്. നമ്മളന്ന് പോയപ്പോഴല്ലായിരുന്നു, കുറെ ഒട്ടകത്തിലായിരുന്നു അവിടെ. ഒട്ടകത്തിന്റെ മെയിൻ റിസർച്ച് സെന്ററും ബ്രീഡിംഗ് സെന്ററും ഒക്കെ ബിക്കാനീറിലായിരുന്നു. നമ്മളന്ന് കയറിയതാ. ഇവിടുത്തെ മന്ദിർ കണ്ടോ, കൊള്ളാലോ. അതെ, കൊള്ളാലോ, അടിപൊളിയാണല്ലോ. NH52 നമ്മൾ കയറിയായിരുന്നു. ഇസാർ 162 കിലോമീറ്റർ. 52 എവിടെ നിന്ന് വരുന്നതായിരുന്നു? അങ്കോളന്ന്. അങ്കോളന്ന് ശങ്കരൂർ അല്ലേ? ശങ്കരൂർ, പഞ്ചാബിലെ. NH52 നമ്മളിപ്പോ എത്ര പ്രാവശ്യം കയറി ഇറങ്ങുകയും ചെയ്തു. പക്ഷെ ഈ 52 എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ല. മഴയൊക്കെ പെയ്ത് ഇവിടെ എല്ലാം കൃഷികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ ഈ വർഷം മഴ ഭയങ്കര കുറവാന്നാ പറഞ്ഞു. ഇവിടെയൊക്കെ ശകലം മരുഭൂമിയാ. ഈ മരുഭൂമി കാണുന്ന ചെടികളായി നിൽക്കുന്നതല്ല. പക്ഷെ എന്നാലും അവിടെ കൃഷിയുണ്ട് കേട്ടോ, മരങ്ങളും ഉണ്ട്. മഴയായതുകൊണ്ടാണ് ഇപ്പൊ ഇത്രയും പുല്ലുള്ള. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കും. ഈ മരങ്ങളെ കാണുള്ളൂ, ഈ മുൾച്ചെടി. ഇതുണ്ടോ ഇന്നിപ്പം കാണുന്ന രണ്ടാമത്തെ പശുവാണ് വണ്ടി ഇടിച്ച് ചത്ത് കിടക്കുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം ഇത് മരുഭൂമി പോലെ കിടക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാം മഴ പെയ്ത് പുല്ല് കിളുത്തു. അതുകൊണ്ട് കാണാനൊരു രസമുണ്ട്. അതെ, അപ്പുറമൊക്കെ കൃഷിയുണ്ട്. ഇതുണ്ടോ ആ വെയിലിട്ടേക്കുന്നതിൻ്റെ അപ്പുറം കൃഷിയുണ്ട്. ഇതൊരു കഴുതവണ്ടി പോകുന്നു. വീതിയുള്ള ടയറൊക്കെ ഇട്ടേക്കുന്നതിന്. കഴിക്കാൻ നേരത്തെ മുട്ടയൊക്കെ പൊട്ടിച്ചല്ലേ? മുട്ട എടുത്തപ്പോഴേ അതിനിടവഴി ചാടിപ്പോയതാ. പാല് മേടിക്കാൻ പോയ ആള് വന്നിട്ടോ. ദേശീയ ദൂതുമില്ല. ദേശീയ ദൂതാണോ? അല്ല, കവറിനകത്ത്. അല്ല, കവറല്ല, ഇതുണ്ടല്ലേ. അങ്ങനെ അല്ലേ? കവറിനകത്താണോന്ന് ചോദിച്ചാൽ കവറിനകത്താ, പക്ഷെ പാക്കറ്റ് പാലല്ല. പാക്കറ്റ് പാലല്ല, അതാണ് ഉദ്ദേശിച്ചത്. ഒരു കവറിനകത്ത് പുള്ളി എടുത്ത് തന്നെന്നുള്ളൂ. അല്ല, പിന്നെ പാത്രം കൊണ്ട് ചെല്ലണമായിരുന്നു. അത് കിട്ടുമെന്ന് ഓർത്തില്ലല്ലോ. അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാ ഉണ്ടായിരുന്നേ? പിന്നെ ആലു പൊറാത്ത ഉണ്ടായിരുന്നു, ലാച്ച പൊറാത്ത ഉണ്ടായിരുന്നു, പ്ലെയിൻ പൊറാത്ത ഉണ്ടായിരുന്നു, പിന്നെ വേറെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒന്നും വേണ്ട. പുള്ളി ഒരു ലിസ്റ്റ് ഒരു 10 മിനിറ്റ് അത് തന്നെയാണ് പറഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളുടെ. കേൾക്കാനുള്ള ഇത് എന്നാന്നുള്ള മനസ്സിലാക്കാനുള്ള ഇത് പറ്റി കാണാൻ. അല്ല, പറഞ്ഞല്ലേ നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ്. ഈ പാലിനകത്തെ അവര് ചൂടാക്കിയതല്ലേ? ചൂടാക്കിയ പാല. പഞ്ചസാര ഒന്നും ഇട്ടായിരിക്കുമല്ലോ? ഇല്ല, അത് ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കല്ലേ. ഇല്ല, അതിലിട്ട് കാണില്ല. കാപ്പി വേണോ ചായ വേണോ? നമുക്ക് നാടൻ കാപ്പി കുടിച്ചേക്കാം. ആയിക്കോട്ടെ.
കണ്ടോ, എൻ്റെ ആഗ്രഹം എന്താണോ ഇഷ്ടം എന്താണോ അത് മാത്രം. അത്രേ ഉള്ളൂ. ആ നമുക്ക് വേറെ ഇതൊന്നുമില്ല. ആ സ്നേഹമുള്ള അനിയൻ. അതെ, ക്യാമറമാൻ എന്ത് പറയുന്നു അതനുസരിച്ച് വെച്ച് ക്യാമറമാൻ്റെ ഇഷ്ടത്തിന് എല്ലാം ഡേക്ക് കൊടുക്കണമെന്നാ ഓർഡർ. ആ അതനുസരിച്ച് വെച്ച് തരും. ആ എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റാ. അല്ല വേറെ വേണ്ട, പൊറോട്ട ആണ് വേണ്ടേ. പൊറോട്ട വേണമെന്നൊന്നുമില്ല. പൊറോട്ട പറഞ്ഞ കൊച്ചു ഇപ്പൊ അടിച്ചങ്ങ് തരും. ആ അതെ, പൊറോട്ട ആണെങ്കിൽ നമ്മളിപ്പോൾ തയ്യാറാണ്. ഒരു ടേബിൾ ഒരെണ്ണം ഉണ്ട് കേട്ടോ. തൽക്കാലം വേണമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും വഴിക്ക് മിക്കവാറും ഉണ്ടല്ലോ, ജമ്മു കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നിടത്ത് എവിടെയെങ്കിലും പൊറോട്ട അടിക്കാനൊക്കെ ഉള്ള സമയം കിട്ടും. ആ അതെ അതെ, അത് ശരിയാ. പൊന്നിനൊരു സ്പെഷ്യൽ സാധനം കേട്ടോ. എന്നാ രാവിലെ ആണോ? ആ കൊച്ചയുടെ ബുൾസൈ കിളിക്ക് മാത്രം ഉണ്ടാക്കി കൊടുത്താൽ മതിയോ? ആ ക്യാമറമാനെ പുഴുങ്ങിയതുണ്ട്, അതേ ഉള്ളൂ. ആ അച്ഛക്ക് പുഴുങ്ങിയ മുട്ട. അതെ, എല്ലാവർക്കും പുഴുങ്ങാനായിട്ടായിരുന്നു. മുട്ട എടുത്തപ്പോൾ രണ്ടെണ്ണം പൊട്ടിപ്പോയി. അതുകൊണ്ട് പുൾസൈ ആക്കിയത്. ആ എന്നതാ ഇത്ര കേസേ ഉള്ളൂ. ആ തവി എടുക്കാതാണോ? തവിയല്ല, ഇതൊരെണ്ണം എടുത്തില്ലായിരുന്നേ. ഇത് എടുക്കാൻ നോക്കിയിട്ട് പോരുന്നില്ല. പ്ലേറ്റ് ഒരെണ്ണം എടുത്ത് അത് പൊട്ടാതെ പൊട്ടാതെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അതെ, മുറിഞ്ഞ അപ്പം പോലെ ഇപ്പം. ആ അത് എണ്ണ കുറവ് നീ ഒഴിച്ചത്. എണ്ണ ഉണ്ടായിരുന്നു, ഒഴിച്ചതാ. ഈ ചട്ടിക്ക് നന്നായിട്ട് എണ്ണ ഒഴിക്കണം. നോക്കട്ടെ കുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. അത് പൊട്ടി പൊട്ടി പൊട്ടി. ഒരെണ്ണ പൊട്ടിയുള്ളൂ കേട്ടോ. ഇത് കണ്ടത് മുറിഞ്ഞ അപ്പത്തിന്റെ സൈഡ് പോലെ. അതെ, ഇത് ഈ പൊടി ശാലം അങ്ങോട്ട് ഇട്ടു. അപ്പൊ അതിനകത്ത് ഉപ്പുമെല്ലാം ഉണ്ട്. ആ തണുപ്പത്തൂടെ വന്നതിന്റെ ഒക്കെ കേട് തീർന്നു. ചൂട് കാരണം ഒരു രക്ഷയില്ല. പക്ഷെ ടെമ്പറേച്ചർ അധികം ഒന്നും ഇല്ല, ഒരു 30 കാണുള്ളൂ. ടെമ്പറേച്ചർ ഞാൻ നോക്കി. ഹ്യൂമിഡിറ്റി കൂടുതലാ. അതുണ്ടോ ഒരു ചെറിയൊരു ലോഡ് പോകുന്നുണ്ടോ? ഇതെല്ലാം ഈ കച്ചി ഈ കാലിത്തീറ്റയായി ഈ കൊയ്തതിൻ്റെ ഒക്കെ തണ്ടില്ലേ ഓരോ ചെടിയുടെയും, അത് എല്ലാം കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊണ്ടുവരുന്ന. അതുണ്ടോ, അത് ചെറിയൊരു റിസോർട്ടാണെന്ന് തോന്നുന്നു. ഒട്ടകമൊക്കെ ഉണ്ട്, ക്യാമൽ സവാരി ഒക്കെ ഉണ്ട് അവിടെ. അതേ മുകളിലുണ്ട്, 3-4 ഉണ്ട്. മുകളിലുണ്ടാണ്ട് താഴെ കൂടെ 2 നടന്നു. അതെ, ഇതെല്ലാം കുറച്ച് ഭാഗം ഈ ഏരിയ ഒക്കെ മരുഭൂമിയാണ്. ഒട്ടകം ഇതേ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ക്യാമൽ സവാരിയും ചെറിയ പാർക്കും ഒക്കെ കേട്ടോ. പിന്നെ ഒട്ടകത്തിന്റെ അടുത്ത് പോണോ? വേണ്ട, മാസം മുമ്പല്ലേ പോയത്. ഊണ്ടുമേലെ ഏറണമാ? വേണ്ടാമാ. ഇതാണ് ജീപ്പൊക്കെ ഉണ്ട്, ഓഫ് റോഡ് വണ്ടികളൊക്കെ ഉണ്ട്. ജീപ്പ് കിടപ്പുണ്ട്. അവിടെ നിർത്താം, നമുക്കൊന്ന് ഇറങ്ങി നോക്കിയിട്ടൊക്കെ പോവാം. ജീപ്പ് സവാരി ഉണ്ട്, ഇതുണ്ടോ. പക്ഷേ ഇത് വലിയ മരുഭൂമി എന്ന് പറയാൻ പറ്റിയല്ല, ജീപ്പ് സവാരി തന്നെയല്ല, അത് പാരാഗ്ലൈഡിങ്ങിൻ്റെ കേട്ടോ. ജീപ്പിൽ വലിച്ചുകൊണ്ട് പോവാം. നമുക്കൊന്ന് ഒട്ടകത്തിൻ്റെ ഒക്കെ അടുത്ത് പോയിട്ട് പോവാം. ATV വേണോ? ATV റൈഡ് ഉണ്ട്. ഒട്ടക സവാരി ഉണ്ട്. ഒന്നും വേണ്ട ഈ വെയിലത്ത് എനിക്ക്. വെയിൽ കാരണം ഒരു രക്ഷയില്ലല്ലേ. ഇത് കുതിരയുണ്ട് കേട്ടോ, കുതിരയുണ്ട്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴേ ഓരോരുത്തർ ATV എടുത്തോണ്ട് വരിക. ഏതായാലും പോണോ? ATV റൈഡ്, ജീപ്പ് റൈഡ് ഒന്നും വേണ്ട. ഞാൻ വല്ല ഹിമാചലിലും പോക്കോളാം, ഇവിടെയൊക്കെ ചൂടാ. ക്യാമൽ സവാരി, ക്യാമൽ സവാരി ഒന്നും വേണ്ട. നമുക്ക് പോയേക്കാം. ഇത് കണ്ടോണ്ട് നിന്നാലേ നമ്മുടെ സമയം പോകും. നമ്മള് ചെറിയ ദൂരമല്ല, കാശ്മീർ വരെ പോകേണ്ടതാണ്. ഊണ്ടിന്റെ ഡ്രൈവറെ കാണാനില്ലല്ലോ. ഡ്രൈവർമാരൊക്കെ ഇവിടെ ഉണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തിയേക്കാണ്. ഹാൻഡ് ബ്രേക്ക് ഒന്നുമില്ല. ഇതേ വരുന്നു, ഒത്തിരി എണ്ണം ഉണ്ട് കേട്ടോ. ഇത് ഈ ഒട്ടകത്തിനൊക്കെ നല്ലപോലെ സംരക്ഷിക്കുന്നതാണെന്ന് തോന്നുന്നു. തീറ്റയൊക്കെ കൊടുക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരവര്. എന്താണേലും വഴി 4 ലൈൻ ആയതുകൊണ്ട് വണ്ടി പെട്ടെന്ന് ഓടിയെത്തുകയും ചെയ്യും. ഈ ടൗണുകളിലൊന്നും പോവുകയും വേണ്ട, എല്ലാം ഔട്ടറിൽ കൂടെ അല്ലേ. പണ്ട് ഓർക്കുന്നുണ്ടോ, ഓരോ ടൗണിൽ കൂടെയും കയറിയായിരുന്നു പോകുന്നത്, വളവും തിരിവും. അതെ, എല്ലാ ബ്ലോക്കും ആയിരുന്നു, ഭയങ്കര ബ്ലോക്കും. വണ്ടി ഓടിയെത്തും, അതുമില്ല. 1 മണിക്കൂർ ഓടിയാ 20-25 കിലോമീറ്റർ 30 കിലോമീറ്റർ മാക്സിമം ഓടും. നമുക്ക് പണ്ടേ 6 വീൽ ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നേ ഇല്ല. എന്റെ ഇതിൽ എപ്പോഴും 12 വീലായിരുന്നുള്ളത്. ലോറി ഉണ്ടായിരുന്നു പണ്ട്, പക്ഷെ ലൈലൻഡ് ഒക്കെ ഉണ്ടായിരുന്നു നോക്കുന്നുണ്ട്. പക്ഷെ 6 വീലാന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ലായിരുന്നു. അന്നൊന്നും അത് ശ്രദ്ധിക്കാനുള്ള ഇതില്ല, അതുകൊണ്ടാണ്. അന്നൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ലല്ലോ, ചെറുതായിരുന്നല്ലോ ഒന്ന്. അന്ന് ഞങ്ങള് എഴുതിയിരുന്ന റൂട്ട് ബോർഡിൽ പുത്തായിട്ട് എരുമേലിന്നായിരുന്നു. അത് ഞാൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോ ഉണ്ടല്ലോ അതിന്റെ. അത് ആദ്യം പുത്തായിട്ട് എരുമേലിന്നാക്കി, അത് കഴിഞ്ഞ് ഞങ്ങള് ദേവികാന്നാക്കി, അത് കഴിഞ്ഞ് ദേവിക ഗോപികാന്നാക്കി.
രണ്ടുപേരെ എഴുതി കഴിഞ്ഞപ്പോഴേ മയില് മയില പറഞ്ഞത്. രണ്ടുപേരെ എഴുതി കഴിഞ്ഞപ്പോ ഞങ്ങൾ പതുക്കെ ആ പരിപാടി അങ്ങ് നിർത്തി. പിന്നെ ഒരാഴ്ച എഴുതാനുള്ള ഇല്ല. ആ പാടെ റൂട്ട് ബോർഡ് രണ്ടുപേരെ എഴുതത്തുള്ളൂ. അതെ. പിന്നെ എല്ലാവരുടെയും പേര് പിന്നെ അതങ്ങ് മാറ്റി. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ ഒരാളുടെ പേര് എഴുതി അടുത്ത ആളുടെ എഴുതിയില്ലെന്നൊക്കെ പറയല്ലേ. റൂട്ട് ബോർഡിൽ ദേവിക ഗോപിയാന്ന് എഴുതിയിട്ട് ഗ്ലാസ്സിൽ താഴെ ശാസ്ത്ര റൂൾലെൻസ് എന്നായിരുന്നു ആദ്യം. ഒരാളോട് ഉണ്ടായിരുന്നെങ്കിലേ ഓരോ വണ്ടിയിലും 2 സൈഡിലല്ലേ എഴുതുന്നു. അപ്പൊ 4 എഴുതായിരുന്നു. എന്നാലും ഓടില്ല നിർത്തിയത്. ഈവനില് നിർത്തണ്ടായിരുന്നോ? അത് ഞാൻ ഐഡിയ നേരത്തെ പറഞ്ഞു തരണ്ടായിരുന്നോ? എന്ത് ചെയ്യാനാ? അപ്പൊ അതൊന്നും വന്നില്ല. മൂന്നാമത്തെ ഞങ്ങള് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ടാ അല്ലേ? അതെ. ഞങ്ങള് അവർ 2 നിർത്താന്ന് പറഞ്ഞാ. ആര്? പിന്നെ സൂര്യം അല്ലേ? പിന്നെ സൂര്യ എല്ലാരും വീട്ടുകാരെല്ലാരും മൂന്നാമത്തെ സർപ്രൈസ് ആയിരുന്നു. 2 നിർത്താന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നുകൂടി ഇരിക്കട്ടെ. ഞങ്ങൾക്കും ഒന്നും പറ്റിയില്ല. എടാ എനിക്കോ പറ്റിയില്ല, നീയേലും സാധിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഒരു സർപ്രൈസ് എലമെന്റ് ആയിരുന്നു വീട്ടില്. അതെ. അവിടെ ഒരു ഊണ്ടുണ്ടായിരുന്നു. രണ്ടുപേര് റൈറ്റ് സൈഡിൽ നടക്കുന്ന കണ്ടോ? റോങ് സൈഡ് വരുന്നുണ്ടല്ലോ. ലഗേജ് ഒക്കെ ആയിട്ട് എന്ത് ക്യൂട്ടല്ലേ അവരെ കാണാൻ. രസല്ലേ? ഇതെല്ലാം ചെമ്മരിയാടാ. അവരെല്ലാം മേയാൻ പോവാ. അതെ, അവർ രണ്ടുപേരും റോങ് സൈഡ് അല്ല കേട്ടോ, അവര് സ്പീഡ് ട്രാക്കിലാ വരുന്നത്. അതെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോഴേ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോ റോങ് സൈഡാ, പക്ഷെ അവരുടെ റൈറ്റ് സൈഡ് തന്നെയാ. ഒരു ഊണ്ട് വണ്ടി വരുന്നു. വാട്ടർ ടാങ്കറാണോ? അതേന്ന് തോന്നുന്നു. അതെ. ഇത് വേറൊരു വണ്ടി. ഇത് പിക്കപ്പാ. ഗുഡ്സാ ടാങ്കർ ആദ്യം നമ്മൾ കണ്ടേ. അതെ. ഇതുണ്ടോ ഇവിടെ? ഇത് പടുതാക്കുളമാണല്ലോ. പടുതാക്കുളമല്ലോ കേട്ടോ. അവിടെ വേറെന്താ സംഭവമാണല്ലോ. ചെമ്മീൻ കെട്ടോ വല്ലോ ആണോ? ചെമ്മീൻ കെട്ടായിരിക്കുമോ? ഇതാണല്ലോ ഇത്. പടുതാക്കുളം തന്നെയാണ്, പക്ഷെ ഒത്തിരി എണ്ണം ഉണ്ട്. അല്ല മീൻവള്ളത്തിലായിരിക്കും കേട്ടോ ചിലപ്പം. അല്ല പിന്നെ അങ്ങനെ അത്ര അതിന്റെ ആവശ്യമില്ലല്ലോ അല്ലേ? അതെ, എല്ലാരും കൂടെ മേയാൻ വേണ്ടി പോവാ. നല്ല രസം അല്ലേ? നല്ല രസം. കുഞ്ഞടക്കുണ്ട്. ആ കുഞ്ഞിനെ കാണാൻ എന്നാ രസം, എന്നാ ക്യൂട്ടാന്ന് നോക്കി. ഇതേ പതിവിന് ഇവരായിട്ട് ഇടയും കണ്ടോ, കൊടയൊക്കെ പിടിച്ചാ. അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോഴേ മറ്റേ ഒരു ഓലയുടെ കൊടയൊക്കെ മറ്റേ മാവേലി വെക്കുന്നല്ലേ. ഈ വണ്ടിയുടെ ടയർ പഞ്ചറായതാ. ഒരു മൊബൈൽ പഞ്ചറുകട പുറകെ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. കേട്ടോ, ഇതാണ് മൊബൈൽ പഞ്ചറുകട. എങ്ങനെയുണ്ട്? നല്ല ജീപ്പ് പോലിരിക്കുന്നു. ജീപ്പാ കേട്ടോ, പഴയ ഒരു ജീപ്പായിരുന്നു. ജീപ്പേലെ ഇങ്ങനെ പിടിപ്പിച്ചേക്കാം, കംപ്രസറും എല്ലാം പിടിപ്പിച്ചേക്കാം. അപ്പോൾ ഇവിടെ ടയർ പഞ്ചറായി കഴിഞ്ഞാൽ പുള്ളിക്കപ്പുറം കടയുണ്ട് ടയർ കട. അവിടെ വിളിച്ചാൽ വരും. दुकान का है कितना? दुकान आगे यहाँ से 1.5 किलोमीटर। 1.5 किलोमीटर। खान टायर के नाम से। हाँ ओके। वो टायर पंचर हो गए तो फोन किया तो आप आएगा। ये तो जो ना जीप था ना 24 घंटा कोई दिक्कत नहीं। 24 मिनट। 24 മണിക്കൂറുണ്ട് സർവീസ്. वो जीप था ना पहले महिंद्रा का है, इस जीप में बनाया है ना? കണ്ടല്ലേ, ഇതെല്ലാം അഴിച്ചു വെച്ചാൽ ഇപ്പോഴെല്ലാം ഈ വലിച്ചു മുറുക്കുന്നതുകൊണ്ടേ. അപ്പോൾ ഇത് ഗണ്ണ് വെച്ചഴിക്കാം, പവറും ഉണ്ടല്ലോ. അല്ലല്ല, ഇതിൻ്റെ ഡിസ്ക് പൊട്ടിയതായിരുന്നു. ഇത് മറ്റേ ലിഫ്റ്റ് ചെയ്യാൻ ആയിസില്ല. ഇത് ടയർ പഞ്ചറായി തന്നെ ഇതേ കിടന്ന ആ ബാഗിലെ ആ ടയറിൻ്റെ ഡിസ്ക് പൊട്ടിയതായിരുന്നു. അപ്പോൾ ഡിസ്ക് ഇതിൻ്റെ അടുത്ത് ഡിസ്ക് അതിനിട്ടു. ഡിസ്ക് പൊട്ടിയിട്ട് കുറച്ച് ഓടിയിട്ടുണ്ട്, അറിയാതെ ഓടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡിസ്ക് ഇതുപോലെ പറഞ്ഞിങ്ങനെ തേഞ്ഞു പോയേക്കുന്നത്. ഇപ്പം ആ മറ്റേ ടയർ കടക്കാരനെ, അപ്പോൾ നമ്മൾ ഞാനിങ്ങോട്ട് പോരാൻ ഇപ്പം യൂട്യൂബ് ചാനലുണ്ടോയെന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞേ. അപ്പം ഏതാ പേരെന്നാന്ന് ചോദിച്ചു പുള്ളി നോക്കിയാ. അപ്പോൾ പുള്ളിയെ പിന്നെ നെറ്റില്ല പുള്ളിയുടെ ഫോണിൽ. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തേച്ച് ഫോണെ കാണിച്ചേ. അന്നേരം ഉണ്ടല്ലോ നമ്മുടെ മെയിൻ ഡ്രൈവറെ അറിയും. ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, അറിയാവുന്ന മാഡത്തിനെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. നമ്മളെ അറിയത്തില്ല. അതെ, മൊബൈൽ ടയറുടെ അല്ലേ? അതെ, നല്ലതല്ലേ? പണ്ടൊക്കെയാണ് നമ്മൾ പോയി വഴി കിടന്ന് ടയറും പഞ്ചറായി എന്ത് കഷ്ടപ്പെടണം. അയ്യോ അതെ, വണ്ടി ടയർ നിറയ്ക്കാനായിട്ട് വേറെ വണ്ടി ലോറിയിലും വല്ല ഓട്ടോയിലൊക്കെ കയറ്റിക്കൊണ്ട് പോയിട്ട് കടയില്ലാഞ്ഞിട്ട്. അല്ല, ഇതിപ്പോ എന്ന് പറഞ്ഞാൽ അവര് തൊട്ടടുത്ത് ആരെങ്കിലും കട ചോദിക്കുമ്പോൾ അവിടെ ടയർ കട ഉണ്ടെന്ന് പറയും. ഫോൺ നമ്പർ മേടിക്കുക, വിളിക്കുക. മൊബൈൽ വണ്ടി ഇവിടെ വരും, മൊബൈൽ കട ഇവിടെ വരും. പണ്ട് മൊബൈലും ഇല്ലല്ലോ. മൊബൈലും ഇല്ല. അതാ ഈ മൊബൈൽ വന്ന നമ്മുടെ മൊബൈൽ വന്നത് ഒരു കണക്കിന് ഗുണവാ, ഒരു കണക്കിന് ദോഷമോ. എന്നാ ദോഷത്തിനെക്കാട്ടി ഗുണം തന്നെയാ. എന്നാ ദോഷം? ഞാൻ പറയാം. ഇപ്പൊ ഞാൻ പണ്ട് നമ്മൾ പൊക്കോണ്ടിരുന്നപ്പോ ശരിക്കും പറഞ്ഞാല് എവിടെ കൊണ്ട വണ്ടി നിർത്തിയാലും അടുത്തൊരു വണ്ടി കിടപ്പുണ്ട്, ആ വണ്ടിയിലെ ഡ്രൈവറുമായിട്ട് പോയി സംസാരിക്കും. അതൊരു പരിചയവും ബന്ധമാവും. അതെ, ഇപ്പൊ അതില്ല. നേരെ മറിച്ച് ഇപ്പൊ വഴിക്ക് നമ്മള് അപ്പൊ ആ ഒരു ബന്ധം അവിടെ നിൽക്കും. നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയും
നമുക്ക് എന്തെങ്കിലും ആവശ്യം, വണ്ടിക്ക് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആയി നമ്മൾ വഴി നിൽക്കുകയാണ്, ഈ വണ്ടി പുറകിൽ നിന്ന് വരികയാണ്, വണ്ടി നമ്പർ നോക്കുക, ആൾ അവിടെ ചവിട്ടും. നമുക്ക് നമ്മുടെ ആവശ്യം പറഞ്ഞ ആള് വന്ന് നമ്മളെ സഹായിക്കും. ഇല്ല നമ്മൾ അങ്ങോട്ടും അങ്ങനെ സഹായിച്ചാ പോയിക്കൊണ്ടിരുന്നത് പണ്ട്. ഇപ്പൊ ആ ഒരു ബന്ധവും ആ ഒരു സഹായവും ഇല്ല. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരിചയമില്ല. ഒരു 2 മിനിറ്റ് കിട്ടിയ അന്നേരെ ഫോണിലേക്ക് നോക്കിയിരിക്കും. അതെ, അതിപ്പോ ഞാനാണല്ലോ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ പോണേ നോക്കും കേട്ടോ. ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. എനിക്കറിയാം പറയുന്നറിയാം, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേച്ചേ. എന്തേ പറഞ്ഞില്ല എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. നമ്മുടെ വണ്ടിയെ തന്നെ ജോലി ചെയ്യുന്നവര് തമ്മില് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾ തമ്മിൽ പോലും വഴി കാണുമ്പോ ഒരു പരിചയമില്ലാത്ത പോലെ പോകുന്നേ. അതെ, എന്നുവെച്ചാ അങ്ങനെ പോയി. ആ, വളരെ പതുക്കെയാണല്ലോ പോന്നെ. കണ്ടേണ്ട മൊത്തം അല്ലേ? കിലോമീറ്ററുകൾ നീളവാ. ആ ഡിസ്ക് പൊട്ടി ആ വണ്ടി അവിടെ കിടക്കുന്ന കണ്ടപ്പോഴേ ഞാൻ ഓർക്കുന്നേ. പണ്ട് നമ്മളൊരു 99-2000 ധാർവാഡൊക്കെ ബൈപ്പാസ് വരുന്നതിന് മുമ്പ് ചൽഗടിക്കുന്ന കയറി നമ്മള് ധാർവാഡ് ടൗണിൽ കൂടെ ചെന്ന് ടൗണിൽ ആ ഒരു മെയിൻ സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ കഴിഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പം വെളുപ്പിനെ നമ്മുടെ പഴയ MH വണ്ടിയല്ലേ? MH വണ്ടിയിൽ വരുമ്പം, അത് പഴയ വണ്ടിയാണല്ലോ, 91 മോഡലായിരുന്നു. പിന്നെ മൊത്തം ഒരു പരിവായി കിടന്ന വണ്ടിയാ. പണി ഒരു എന്നും പണിയായിരുന്നു, എന്നും വഴിയിലായിരുന്നു. ആ വണ്ടി കൊണ്ട് പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് പൂനെ തൊട്ട് കോട്ടയം വരെ, കോട്ടയം തൊട്ട് പൂനെ വരെയുള്ള ടയർ കടകളും വർക്ക്ഷോപ്പും എല്ലാം കാണാപ്പടമായിരുന്നു. കാണാപ്പടല്ലേ, പരിചയം ഭയങ്കര പരിചയമായിരുന്നു എല്ലാം. അത് അങ്ങനെ ആയിരുന്നു അന്നത്തെ കാലം. അപ്പൊ ആ വണ്ടി 6 വീൽ വണ്ടിയായിരുന്നു. ഞാൻ ഓർക്കുന്നത് വെച്ചാൽ നമ്മള് ഈ ധാർവാഡ് ഈ സിഗ്നൽ അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും വെളുപ്പിനെയാ നീയാ ഓടിക്കുന്നതെന്ന് എനിക്ക് പടപടാന്ന് പുറകിൽ സൗണ്ട് കേട്ടു. വണ്ടി നിർത്തി. എന്നാന്ന് വെച്ചാൽ വീലിനട്ടെല്ലാം ലൂസായിപ്പോയി. ലൂസായിപ്പോയി. ഇതുപോലെ ഡിസ്ക് തമ്മിലടിക്കുന്ന ആ സൗണ്ട് കേട്ടിട്ടാ അവിടെ വണ്ടി നിർത്തി. അന്നേരം തന്നെ അറിഞ്ഞു. അതുകൊണ്ട് കൂടുതൽ സംഭവങ്ങളൊന്നും പോയില്ല. അപ്പൊ അന്ന് അതിന്റെ വീലിനട്ടൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വീൽ ബോൾട്ടൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര ടൈറ്റാ. അത് ആദ്യം ലൂസാകുന്ന ആ ഒരു സമയം തൊട്ട് ആ പിരി തീരുന്നിടം വരെ അത്ര ടൈറ്റിൽ അഴിച്ചാൽ മാത്രമേ ഇത് അഴിഞ്ഞു കിട്ടത്തുള്ളൂ. എന്നാ വെച്ചാൽ പഴയ വീൽ ബോൾട്ടും ഒക്കെയാ. അപ്പം അങ്ങനെ. അപ്പൊ ഇതെന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, അപ്പൊ നമ്മൾ എന്നിട്ട് ജാക്കി വെച്ചിട്ട് ഇത് അഴിക്കാൻ നോക്കിയപ്പോൾ എന്നാ പറ്റിപ്പോയി, ഇത് ഈ ഡ്രമ്മിനകത്തൊരു മില്ലിങ് ആയി ബോൾട്ട് കയറ്റിയിട്ടിട്ട്. ഈ മില്ലിങ് സ്ലിപ്പായി പോയി എല്ലാത്തിൻ്റെയും. വീലിനട്ട് ഇങ്ങനെ അഴിക്കുമ്പോഴത്തേന് ഇത് മൊത്തം കിടന്ന് കറങ്ങുക. ഉറങ്ങുന്നുണ്ടോ? എന്നിട്ട് ഒരു രക്ഷയില്ല ഇത് അഴിക്കാൻ. അപ്പം പിന്നെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പം ഞങ്ങളവിടെ വെളുപ്പിനായിരുന്നു കിടന്ന് കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങി. ഒരു 7-8 മണിയൊക്കെ ആയപ്പോൾ അവിടെ എനിക്ക് തോന്നുന്ന ഒരു 100-300 മീറ്റർ അപ്പുറം ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, വെൽഡിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ, ലോഡുമല്ല വണ്ടിയല്ലോ, ഇത് ഓടിച്ചുകൊണ്ട് പോകാനും പറ്റിയില്ല. പിന്നെ ജാക്കി വെച്ച് അവിടെ വെച്ചിട്ട് ഒരു മെക്കാനിക്കിനെ വിളിച്ച് ഈ ഹബ്ബ് അഴിച്ചു. ഹബ്ബ് അഴിച്ചു കഴിയുമ്പം, ഹബ്ബ് അഴിച്ചെന്ന് വെച്ചാൽ ആവപ്പള്ളി പോയി. ഞങ്ങൾ ഈ ഹബ്ബ് അഴിച്ചു കഴിയുമ്പോൾ ഈ ഡ്രമ്മും ഹബ്ബും 2 ടയറും കൂടിയാണ് ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ എടുക്കത്തുള്ളൂ. അത്രയും സാധനം ഇങ്ങോട്ട് ഊരി എടുത്തിട്ട് ഇത് തള്ളിക്കൊണ്ട്, ഈ 100-300 മീറ്റർ തള്ളിക്കൊണ്ട് പോയി ആ ഒരു പിന്നെ വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അവിടെ നിർത്തിയിട്ട് ഈ വീൽ ബോൾട്ട് എല്ലാം കട്ട് ചെയ്തല്ലോ, അന്ന് വെൽഡ് ചെയ്തിട്ട് അഴിച്ചു. അത് ബോൾട്ട് മാറിയെന്ന് ഞാൻ ഓർക്കുന്നില്ല. അല്ലെങ്കിൽ വെൽഡ് ചെയ്തിട്ട് വീണ്ടും അഴിച്ചെടുത്തു, അല്ലെങ്കിൽ ബോൾട്ട് മാറി. അതെങ്ങനെയാണെന്ന് ഇപ്പം ശരിക്കും ഓർക്കുന്നില്ല. അവിടെ ചെന്നിട്ട് അപ്പം ഇതെല്ലാം മൊത്തം അവിടെ ചെന്ന് ശരിയാ കട്ട് ചെയ്തിട്ട് പീസാക്കി എടുത്തു. വീണ്ടും എന്നിട്ട് മെക്കാനിക്ക് ഹബ്ബ് നമ്മൾ പിടിച്ചുകൊണ്ട്, അതെ, പിന്നെ അത് ഹബ്ബും ടയർ ഉരുട്ടിക്കൊണ്ടും വന്ന് ഹബ്ബ് ചുമന്നുകൊണ്ടും ഓരോന്ന് ഇതെല്ലാം എടുത്തുകൊണ്ട് ഇവിടെ കൊണ്ട് കൊടുത്തു. മെക്കാനിക്ക് വന്ന് അതെല്ലാം സെറ്റ് ചെയ്തു. എന്നിട്ട് ടയറും കൂടെ കൊണ്ടുപോയിട്ട് കയറ്റിയിട്ട് മുറുക്കിയിട്ട് പോയി. എന്ത് പാടുപെട്ടിട്ടുണ്ടെന്ന്, കഷ്ടപ്പാട് എന്തേരെയാണല്ലേ. അപ്പൊ ഇതാ ഞാൻ ഓർത്തെ. ഇപ്പൊ ഇത് ഡിസ്ക് പൊട്ടിയിട്ടേ നിൽക്കുക. അപ്പൊ പക്ഷെ ഡിസ്ക് പൊട്ടി പുള്ളി കുറച്ച് ഓടിയിട്ടുണ്ട് അറിയാതെ. അല്ലെങ്കിൽ അത്രയും അല്ല, പൊട്ടുമ്പോൾ തന്നെ അറിയും, ഒരു സൗണ്ട് കേൾക്കും നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ. പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ഒരു എത്ര വർഷമായി കാണും, ഒരു 4-5 വർഷം മുന്നേ നമ്മളെ വണ്ടിയിൽ നിന്ന് ഒരു പ്രാവശ്യം ടയർ എല്ലാം അഴിച്ച് പിന്നെ റൊട്ടേറ്റ് ചെയ്തൊക്കെ ഇട്ട് വിട്ടതാ വണ്ടിയാണ്. അപ്പം വലിച്ചു മുറുക്കിയ ഒരാളല്ല മുറുക്കിയത്, പലരും ഒരു പണി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഈ വീലിനട്ട് മുറുക്കുന്നതൊക്കെ ഒരാൾ തന്നെ ഏതൊക്കെ മുറുക്കിയെന്ന് നോക്കി അങ്ങനെ മുറുക്കണ്ട. എന്തോ എല്ലാം കൂടെ അഴിച്ച് മാറി കഴിഞ്ഞപ്പം എന്തോ പറ്റി, എല്ലാ ബോൾട്ടും നല്ലപോലെ മുറുകിയിട്ടില്ലായിരുന്നു. പെരുമ്പാവൂർ പോയി വണ്ടി ലോഡ് കയറ്റി പോയി. തൃശ്ശൂർ കഴിഞ്ഞപ്പം മെയിൻ ഡ്രൈവർ ലോഡ് കയറ്റി കുറച്ച് ഓടിച്ചിട്ട് സെക്കൻഡ് ഡ്രൈവറിൽ കൊടുത്തു. സെക്കൻഡ് ഡ്രൈവർ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, ടിപ്പറൊക്കെ ഓടിച്ചുകൊണ്ടിരുന്ന ആൾ, ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ സെക്കൻഡ് ഡ്രൈവറും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തൃശ്ശൂർ കഴിഞ്ഞിട്ട് കുന്നംകുളം റൂട്ടിൽ വണ്ടി പോവുകയാണ്. ഒരു വണ്ടിക്കാരൻ വന്നേച്ച് ഓടിച്ചുകൊണ്ടിരുന്ന ആളോട് പറഞ്ഞു, വണ്ടി നിർത്ത്, പുറകിൽ നിന്ന് തീ വരുന്നെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ,
ബാക്കിലെ ഒരു ടയർ ഊരിപ്പോയി, രണ്ടാമത്തെ ടയർ ഊരിപ്പോയി. എന്നിട്ടും ഈ ഡ്രൈവർ അറിഞ്ഞിട്ടില്ല. AC ഒക്കെ ഇട്ട് പോവാണല്ലോ, 12 വീല് വണ്ടി, നമ്മുടെ ഈ സെയിം വണ്ടി, ഇതുപോലുള്ള വണ്ടി. രണ്ടാമത്തെ ടയർ ഊരിപ്പോയിട്ട് പറഞ്ഞില്ല. രണ്ടാമത്തെ ടയർ ഊരിപ്പോയിട്ട് ഡ്രമ്മ് നിലത്തേക്ക് വീണിട്ട്, ഡ്രം ഇങ്ങനെ ഇരുമ്പാണല്ലോ, ഇതിങ്ങനെ ടാറിങ്ങിൽ കൂടെ ഒരഞ്ഞിട്ട് തീ പാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പുറകിൽ നിന്ന് വന്ന വണ്ടിക്കാരൻ ഇത് കണ്ടിട്ടാണ് വണ്ടി നിർത്താൻ പറയുന്നത്. അപ്പോൾ ഈ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പം 2 ടയറും ഇല്ല, ഈ സാധനം ഇങ്ങനെ ആക്ച്വലി ഇങ്ങനെ വഴി കിടക്കുക. അപ്പോൾ എന്നിട്ട് വെളുപ്പിനെ 3 മണി എങ്ങാണ്ടാ സമയം, 2-3 മണിയായി. ലാസ്റ്റ് ഒരു ടയർ ഇവർ കുറച്ച് പോയി പുറകിൽ നിന്ന് കിട്ടി, അടുത്ത ടയർ കാണുന്നില്ല. അവിടുന്ന് 1/2 കിലോമീറ്ററോളം പുറകിൽ പോയി ഇവർ നടന്ന് രാത്രി തപ്പിപ്പോയി റോഡിൽ നിന്ന് ഉരുണ്ട് പോയി ടയർ കിടന്നു. ഭാഗ്യത്തിന് ടയർ കിട്ടി. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, ഇത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഈ 2 ടയർ ഊരി പോയിട്ടും ഡ്രൈവർ അറിഞ്ഞില്ല. അതെ, ഒന്ന് AC-യും ഇതെല്ലാം ഉള്ളപ്പം സൗണ്ട് വെളിയിലൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സൈഡ് മിറർ ഇടയ്ക്കൊക്കെ ശ്രദ്ധിച്ചോണ്ടിരുന്നാൽ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങൾ. സൈഡ് മിറർ ശ്രദ്ധിക്കണമെന്നൊന്നുമില്ല, വീലിനട്ട് ഒരു ശകലം ലൂസായിട്ട് ഓടിയാൽ പറ്റും. നല്ല വഴിക്ക് ഓടിയാറിയാം. ഇതുപോലത്തുള്ള വഴി വീലിനട്ട് ചെറിയ ലൂസാന്ന് വെച്ചോ, ടെക് ചെറിയ സൗണ്ട് കേൾക്കും. അതുപോലെ ശ്രദ്ധിക്കുന്ന ആളാണേലേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ എന്നാ നിർത്തുന്നിടത്തെല്ലാം വണ്ടിക്ക് ചുറ്റും നടന്നൊന്ന് നോക്കണം. നട്ട് ബോൾട്ടുകൾ, വീലിനട്ടും ബാക്കി നട്ട് ബോൾട്ടുകളൊക്കെ ടയറിലും ഒക്കെ നല്ലൊന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം നിർത്തുമ്പോൾ തന്നെ എന്തെങ്കിലും തുടങ്ങിയിരിക്കണേ അറിയാൻ പറ്റും, എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. പക്ഷെ ഇതെന്താന്ന് വെച്ചാൽ ഇത് ശ്രദ്ധിക്കാത്തതുകൊണ്ട് വരുന്നത്. ഈ വെളിയിലെ സൗണ്ട് ചിലപ്പോൾ പാട്ടുകൂടെ വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും ഹെഡ്സെറ്റും വെച്ചോണ്ടല്ലേ ഓടിക്കുന്ന ഡ്രൈവർമാർ. അതും ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ വെളിയിലത്തെ ഒരു സൗണ്ടും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ എന്നിട്ട് പിന്നെ അതെല്ലാം എടുത്തോണ്ട് വന്ന് ടയറെല്ലാം കയറ്റിയിട്ട്, പക്ഷേ അത്രയും വീലിനട്ട് ലൂസായി ഓടിയോണ്ട് 2 ഡിസ്കും പോയി. എന്ന് വെച്ചാൽ ലൂസായി അന്നേരം അറിഞ്ഞെങ്കിൽ ഓക്കെ, പക്ഷെ അത് ഓടുന്ന അനുസരിച്ച് ഇതിങ്ങനെ ഇപ്പോൾ ഡിസ്ക് ഇരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ ഹോള് വലുതായി പോകും ഡിസ്കിൻ്റെ. അപ്പോൾ ആ 2 ഡിസ്കും പോയി, പിന്നെ വീൽ ബോൾട്ടും പോയി, ഹബിൻ്റെ ഇതില്ല ആ ഒരു ഇത് ഡിസ്ക് കയറി കിടക്കുന്ന ഭാഗം അവിടെ എല്ലാം തേഞ്ഞു പോയി. അതെല്ലാം എന്നിട്ട് പിന്നെ ലയത്തിൽ കൊടുത്ത് ശരിയാക്കി ഡിസ്ക് 2 പുതിയത്, വീൽ ബോൾട്ട് മൊത്തം മാറി. അത് കഴിഞ്ഞിട്ടാണ് വണ്ടി പോയത്. ഒരു ചെറിയൊരു ശ്രദ്ധക്കുറവിന് പറ്റുന്ന കാര്യങ്ങളാണ്. ഇതുണ്ടോ വരുന്നുണ്ടോ ഇതിലെന്ന് അത്രയും നല്ല വഴി കിടന്നിട്ട് എളുപ്പത്തിന് കയറി വരുന്ന ഹരിയാന പോലീസ് ഭിവാനി. അപ്പം നമ്മൾ രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിൽ കയറി. ഊണ്ടുകാടി ഒരെണ്ണം റോങ് സൈഡ് വരുന്നു. ഇത് പാസഞ്ചർ വെഹിക്കിളാണ്. ഇത് പാസഞ്ചറാണ്. പൊന്നോ, നമ്മുടെ ഈ കാശ്മീർ ട്രിപ്പ് ഏതൊക്കെ സ്റ്റേറ്റിൽ കൂടെ ഇപ്പം വന്നു? കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന. കുട്ടി നിർത്തി പറയൂ, എങ്കിലല്ലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറെ പഴയ വണ്ടികൾ കിടക്കുന്നു, അത് കാണാൻ വേണ്ടിയിട്ട് വന്നാ. ഇതുണ്ട്, ഈ ട്രാക്ടർ കണ്ടോ? ഇത് ചെക്കോസ്ലോവാക്കിയയുടെ ആണെന്നാണ് പറഞ്ഞ് ചോദിച്ചപ്പോൾ. ഒത്തിരി പഴയ ട്രാക്ടറാണ്. അതുപോലെ ഈ വണ്ടി, ഞാൻ ഇത് കാണുമ്പോൾ ഓർക്കുന്നത്, ഇതുപോലെ 2 വണ്ടി കട്ടപ്പന ഉണ്ടായിരുന്നു, 4 വീൽ. പണ്ട് 4 വീൽ ഉണ്ട് അല്ലേ, ഓർക്കുന്നുണ്ടോ? അത് 4 വീലായിരുന്നു. പക്ഷേ ഇത് 2 വീലാണ്, ഇതിന് 4 വീലില്ല. കൂപ്പർ എഞ്ചിനൊക്കെ ആയിട്ട് അവിടെ മണലടിക്കാനൊക്കെ വരുമായിരുന്നു, മണൽ ഷട്ടിൽ വെക്കാനൊക്കെ. പക്ഷെ അന്ന് വണ്ടി കണ്ട ഇതിലും വലിപ്പം പോലെ അന്ന് തോന്നുന്നത്. നമ്മൾ കുഞ്ഞായിരുന്നോണ്ടാണോ ആയിരിക്കും ചിലപ്പോൾ. അതെ, നല്ല വലിപ്പം പോലെ തോന്നി. പക്ഷെ ഇപ്പം ഇത് വലിയ വലിപ്പം തോന്നുന്നില്ല. ഇത് നിസാൻ്റെ, നിസാൻ എന്ന് പറഞ്ഞാൽ നിസാനൊക്കെ ഇതല്ലേ എഴുതിയേക്കുന്നത്, കറക്റ്റ് എനിക്കാണോ എന്ന് അറിയത്തില്ല. കൂപ്പർ എഞ്ചിനായിരുന്നു, 4 വീലും ആയിരുന്നു. പക്ഷെ ഈ വണ്ടി പിന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒരു വണ്ടിയുടെ നമ്പർ KL5 765 എന്നായിരുന്നു. ആണോ? അതേപോലെ ആർമിയിൽ നിന്ന് KL5 765 ആണോ? അല്ല 765 KL5 അത് ആർമിയിൽ നിന്ന് വല്ലതും ലേലം പിടിച്ചെടുത്തോളൂ. KL5 എന്ന് പറഞ്ഞാൽ എപ്പോഴാണ്? ഒരു 89-90. ശരിയാതെ. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. ഇപ്പോൾ അത് കഴിഞ്ഞ് വെച്ച് വേണ്ടി ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ, ഈ സൈസ് വണ്ടി. ഞാൻ ഒരുപാട് നോക്കി, പക്ഷേ കണ്ടില്ല. പിന്നെ ഇതുണ്ടോ, ഇതൊക്കെ ഒത്തിരി പഴയ വണ്ടികളാണ്. ഇത് മറ്റേ കുതിര വലിച്ചുകൊണ്ട് പോകുന്ന വണ്ടികളാണ്, ഒത്തിരി പഴയതാണ്. ഇതൊക്കെ ഹരിയാനയിലെ തന്നെ കേട്ടോ. ഇവർ ഇതിൻ്റെ ഈ കൾച്ചറും അങ്ങനെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട പഴയ കുറേ പ്രോഗ്രാം നടത്തുന്ന. അതെ, അതിൻ്റെ പഴയ കുറേ വണ്ടികളൊക്കെ സൂക്ഷിച്ചേക്കുന്ന. ഇത് പറഞ്ഞാൽ 200 വർഷം പഴക്കമുള്ളതാണെന്ന് പറഞ്ഞത്. ഇതോ 200 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറഞ്ഞതിന്. അതുകൊണ്ടായിരിക്കും ടയറെല്ലാം തേച്ച് നോക്കി കമ്പ് തെളിഞ്ഞു. അല്ല, ഇത് ഹരിയാനയുടെ അല്ല, ഇത് പഞ്ചാബ്. അപ്പോൾ ഇത് പിന്നെ അറിയാമല്ലോ, ഇതിപ്പോൾ നമ്മൾ പഞ്ചാബിൽ ഇപ്പോഴും ഉണ്ട്. ടെമ്പോയുടെ വണ്ടിയാണ് ഇത്. പഞ്ചാബിലും ഗുജറാത്തിലും ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ കാണും. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഓടുന്നുണ്ട്. വേറെ കാളവണ്ടി അങ്ങോട്ട് കുറേ വണ്ടികളുണ്ട്, വണ്ടിയൊക്കെ കുറേ കിടപ്പുണ്ട്. അത് ചോദിക്കാം. ഇത് ഹിന്ദുസ്ഥാൻ്റെ ട്രാക്ടറായിരുന്നു. ഇതും ഒത്തിരി പഴയതാണ്, ഹിന്ദുസ്ഥാൻ H50. ഇതുണ്ട്, ഇത് ഹരിയാനയിലുള്ള ഒരു കാളവണ്ടിയായിരുന്നു. ഇതിനും ഏകദേശം ഒരു 150 വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞത്.
ഒത്തിരി പഴയതാണ്. വ്യത്യസ്തതയാ കണ്ട TCS ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇത് കണ്ടോ ഇവിടെ ഈ ടയറിൻ്റെ ഇവിടേക്ക് ആ ഇതുണ്ടോ ഈ ഒരു സാധനമൊക്കെ ഉണ്ടോ, ടയർ ഊരി പോകാതിരിക്കാൻ വേണ്ടി ഇത് കണ്ടോ ഇങ്ങനെ കയറ്റി ഇടുന്നതിലേക്ക്. അതെ അങ്ങനെ ലോക്ക് കൂടാ. ഇങ്ങനെ ഇട്ട് ലോക്ക് ചെയ്യുന്ന മൊത്തം തടിയല്ല കേട്ടോ, ഇതെല്ലാം തടിയാ. ഇത് പിടിക്കാൻ പറ്റിയല്ല, അതായത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള മുള്ള. പെട്ടെന്ന് പറിച്ചു കളഞ്ഞു. എൻ്റെ കാലയിലൂടെ കുറച്ചുണ്ട്, അത് കളഞ്ഞ ഇതൂടെ പറിച്ചു കളയാം. പെട്ടെന്ന് വാ. അതേപോലെ ഇത് കണ്ടോ, ഇത് ഈ പാടത്തെ വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട് കറക്കുന്ന സാധനം. ഇത് കണ്ടോ, ഇതിനൊരു പേര് പറയാം, അത് പേര് ഞാൻ മറന്നുപോയി. ഇതിങ്ങനെ കറങ്ങി കറങ്ങി വെള്ളം കോരി ഒഴിക്കും. അതെ, ഒരാൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല കേട്ടോ, ഇപ്പഴാ കണ്ടേ. ഞാൻ കണ്ടായിരുന്നു. ആണോ, എങ്ങനെയുണ്ട് ചൂട്? വലിയ കുഴപ്പമില്ല. ഒയ്യോ വേർത്തൊഴി. അതെ ഇതുണ്ടോ മുഖത്തെല്ലാം, എന്നെ അങ്ങനെ അധികം വേർക്കുന്നതല്ല, പക്ഷേ ഇത് ഇവിടുത്തെ ആവി ഭയങ്കര കേട്ടോ, വേർത്തൊഴി. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ കട്ടക്കുളമുണ്ട്, ചുടുകട്ടക്കുളം. ശിവനി ടൗണിലേക്കുള്ള വഴിയാണ്. ഹരിയാനയിലെ ഡീസലിനെല്ലാം ഭയങ്കര വിലക്കുറവാണ്. ഇതുണ്ടോ മാഹിയിലെ വിലയുള്ളൂ ഇവിടെ 94 രൂപ 54 പൈസ ഡീസൽ. മാഹിയിലേക്കായിട്ട് കൂടുതലാണ്. മാഹിയിൽ എത്ര? മാഹി 91 ചില്ലറേ ഉള്ളൂ. 91 ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 94 രൂപ, എന്നാലും കുറവല്ലേ? കുറവാ. നമ്മൾ വന്ന വഴിക്കൊക്കെ ഡീസൽ അടിച്ചത് വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അവിടെ 98 ആയിരുന്നു എല്ലായിടത്തും. 98 100 മുകളിലുണ്ടായിരുന്നു. പറഞ്ഞതിനകത്തൊരു വ്യത്യാസമുണ്ട് കേട്ടോ. ഡീസലിന്റെ വില 94 അല്ല 96 സംതിങ്. അത് ശരി. അതുകൊണ്ട് 96 രൂപ 39 പൈസ. 94 CNG അല്ലേ, ക്ലീൻ ഗ്രീൻ CNG. അതെ, ഡീസൽ 96 39. ഇതന്നെ ഡീസൽ അടിക്കുന്നതിന് മുമ്പ് പൈസ കൊടുക്കണോ? അത് അടച്ചോ, സ്കാൻ ചെയ്തെന്ന് പറഞ്ഞ് നിൽക്കുക. സ്കാൻ ചെയ്ത് കൊടുത്തു. അത് ജിയോയുടെ പമ്പിലെല്ലാം ഇതാണ് അവസ്ഥ. ഡീസൽ അങ്ങോട്ട് അടിക്കുന്നതിന് മുമ്പ് പൈസ ഇട്ടോളാനാ പറഞ്ഞത്. അതെന്നാന്ന് ചോദിച്ചാൽ ചിലടത്ത് ചോദിക്കും OTP ആണോ അതാണോ ഇതാണോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഡീസൽ അടിക്കുന്നതിന് മുമ്പ് ഇങ്ങോട്ട് കയറാനുള്ള മനസ്സൂടെ നഷ്ടപ്പെട്ടു പോകും. അതെ, ഒന്ന് ഭയങ്കര ഈ പമ്പുകളിലെല്ലാം കളിപ്പേര് ഭയങ്കരമായിട്ടുണ്ട്. അതെ, നമ്മൾ ആദ്യം പൈസ ഇട്ട് കൊടുത്ത് വെച്ച് നമ്മളെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതെ, ഡീസൽ അടിച്ചെന്ന് പറഞ്ഞാൽ ചെയ്യും. അതെ. അത് പറഞ്ഞപ്പോഴും പറഞ്ഞത് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതുണ്ട്. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ ഉണ്ട്. എന്താണല്ലോ ഇവിടുത്തെ ചൂട് അൺസഹിക്കബിൾ. ഒയ്യോ നല്ല ചൂടാ. 2-3 കാരണവന്മാർ അവിടെ നിന്ന് ചീട്ട് കളിക്കുന്നു. കണ്ടോ കരിമ്പിൻ ജ്യൂസിന്റെ വണ്ടി കണ്ടോ, സഞ്ചരിക്കുന്ന കരിമ്പിൻ ജ്യൂസ് വണ്ടിയാ. നല്ല പാടം, ഗോതമ്പ് പാടമായിരിക്കും. നെല്ലായിരിക്കല്ലോ, ഗോതമ്പായിരിക്കും. ഇതൊരു അമ്പലമാണ് ഇവിടുത്തെ കേട്ടോ, ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നത്. അതെ, ഇത് കണ്ടോ ഈ കളർ അടിച്ചേക്കുന്നത്, അത് കിളിക്ക് വേണ്ടിയിട്ടുള്ള കൂടാ കേട്ടോ, കിളിക്കൂട. അതെ, ശ്രീ പഞ്ചമുഖി ബാലാജി ദം. അതെ, നോർത്ത് ഈസ്റ്റിലേക്ക് എന്നാലേ ഈ മഴ പെയ്യുമ്പോ ഭയങ്കര ആവിയാ, അതറിയോ? ആണോ? ഭയങ്കര ആവിയാ. അവിടെ അങ്ങനാ. എല്ലാം പരുത്തിത്തോട്ടമാണല്ലോ. പരുത്തിയാ കോട്ടൺ. അതെ പറഞ്ഞു. ചീട്ടുകളി ഉണ്ടോ? ചീട്ടുകളിയല്ല, അത് വേറെന്തോ കളിയാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ മണ്ണ് കണ്ടോ, എന്നാ പൗഡർ പോലത്തെ മണ്ണാന്നറിയോ? 4 പേരുണ്ട് യാത്രക്കാർ. ഹിസാർ എത്തി. നമ്മൾ ഹിസാർ ടൗണിലേക്ക് റൈറ്റിലേക്ക് പോകണം. പണ്ട് ഹിസാറിനൊന്നും ബൈപ്പാസ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഹിസാർ ടൗണിൽ കൂടെ എല്ലാം കയറി ഇറങ്ങിയ വണ്ടി പോയിക്കൊണ്ടിരുന്നത്. എന്ത് തിരിവുണ്ടായിരുന്നു അല്ലേ? ഒത്തിരി തിരിവുണ്ടായിരുന്നു, സമയം എടുക്കുമായിരുന്നു. ഇങ്ങോട്ട് വരുന്നില്ല, അതിനാ മോളിൽ കൂടെ. ഈ ഹിസാറിൽ ഇരുമ്പ് കമ്പനികൾ ഒരുപാടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ടൗണിലേക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഇഷ്ടംപോലെ ലോഡാകുന്ന സ്ഥലമാണ്, ലോറിക്ക് ഒത്തിരി ലോഡ് കിട്ടുന്ന സ്ഥലമാണ്. പണിയായതും പഠിച്ചേ പോയി ടയറെല്ലാം നോക്കിയാൽ കല്ല് വല്ലതും ഉണ്ടോന്നും നല്ലപോലെ തട്ടി നോക്കണം. ഇതുണ്ടോ, ഇങ്ങനെ തട്ടി നോക്കണം. ഉണ്ടോ? ഉണ്ട് കേട്ടോ. അപ്പൊ 2 ടയർ ഉള്ളിടത്ത് ചെല്ലുമ്പോൾ 2 ടയറായാലും തട്ടണം. സൗണ്ട് വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ ഇപ്പൊ കൊച്ച തട്ടി, ഇനി പുറകെ തുടങ്ങാം. ഇതേ വേറെ കാര്യം, ഫ്രണ്ടിലെ ടയറിന് നമുക്കിങ്ങനെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കാറ്റ് കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ. പക്ഷെ ബാഗിൽ ഡബിൾ ടയർ ഉള്ളിടത്ത് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. ഈ സൈഡിലൂടെ നോക്കിയിട്ട് അങ്ങ് ഇങ്ങോട്ട് പോവാം. കല്ലുണ്ട്, അതെ, അതിനടിയിൽ ഒരു കല്ലിരിപ്പുണ്ട്. അടിയിൽ വേണ്ട കല്ല്. എന്നിട്ട് ഈ അതേന്ന് എടുക്കുന്ന കല്ല് സൈഡിലേക്ക് മാറ്റി ഇടണം, ടയർ വീണ്ടും കയറാതെ. തട്ടിക്കളാ. അതേലൊന്നുമില്ല, അത് കട്ട കുറവായതുകൊണ്ട് അതേലും അധികം കല്ല് കയറുകയില്ല. അല്ലാതെ ഞാൻ പിടിച്ചേ. ആ സൗണ്ട് കേൾക്കണം. ഇത് രണ്ടും ഓക്കെ. നല്ല ഡ്രൈവറാ, കല്ലൊന്നും ഇല്ല, കല്ലൊക്കെ. ഡ്രൈവർ നല്ലതായിട്ടല്ല, വഴി നന്നായിട്ട്. വഴി നല്ലതായിട്ടാ. ഇത് മാവ് ഈ പാത്രം നിറച്ചിട്ടുണ്ടല്ലോ, കുറവുണ്ടല്ലോ. അത് ഞങ്ങൾ വൈകുന്നേരത്തേനും കൂടെ കൂട്ടി അങ്ങ് ചെയ്താ അല്ലേ? ഇളകട്ട അങ്ങോട്ട് നല്ലല്ലേ?
ഇതിപ്പോ വെള്ളം ഒഴിച്ച് മിക്കവാറും നാളെ രാവിലത്തേക്കൂടെ ഉള്ള ഉണ്ടാവും ഇത്. വെള്ളം ഒഴിച്ചല്ലേ പൊടി കൂടുതലുണ്ടോ? ആ പൊടി കൂടുതൽ, അതല്ലേ ലൂസ് ആവണ്ടേ ഇതൊന്ന്. ചൂട് ഒരെണ്ണം ഇരിക്കട്ടെ. ചൂട് കാരണം ഒരു രക്ഷയില്ല. ഇത് ഒരെണ്ണം വേണം, ഇതുകൂടെ എടുക്കും. അല്ല അത് അന്നേരത്തിന് കഴിക്കുമ്പോഴത്തേനും ചൂടുമല്ലോ. വേണ്ട അല്ലേ, ചൂട് തന്നെ കഴിച്ചോളാം. അല്ല തണുത്താൽ മതി. ചൂട് കാരണം ഒരു രക്ഷയില്ല. എനിക്ക് 2 മതി കേട്ടോ. 2 മതിയോ? ദോശ എല്ലാം കഴിഞ്ഞോ? ദോശ ഒരെണ്ണം കൂടെ ഉണ്ട് ഇവിടെ. ആ ശരിക്കും ചൂട് കാരണം കഴിക്കണമെന്നില്ലായിരുന്നു അല്ലേ? അത് ചേട്ടായിക്ക്, എനിക്ക് കഴിക്കണമെന്നുണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കഴിക്കണമെന്നില്ലായിരുന്നു. ഈ വഴി നമ്മൾ പോകുമ്പം ഹരിയാന ഇച്ചിരി ദൂരം ഓടുന്നുണ്ട്. മറ്റേ ബറ്റിൻ്റെ വഴി പോവുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഹരിയാന ഒരു 50 കിലോമീറ്റർ താഴെ ഓടുന്നുള്ളൂ. ഇത് കുറച്ച് ദൂരം ഉണ്ടല്ലേ? ഈ ഹരിയാന എന്നാ പോത്തും കിടാവിനെ നമ്മുടെ നാട്ടിൽ കൊണ്ടിരുന്ന കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ പോത്ത്. ഇവിടുത്തെ ഫേമസ് അല്ലേ മുറ എന്ന് പറഞ്ഞാൽ? മുറ പോത്ത് വരുമേ. വെൽക്കം ടു ബഡോപട്ടി ടോൾ പ്ലാസ. ചേട്ടായി വിളിച്ചപ്പോഴേ വരുന്നുണ്ട്. ഇവിടെ ടോള് വലിയതൊന്നും ഇല്ല. 835. 835 രൂപ. ഇതല്ലേ ഇവിടുത്തെ ട്രാക്ടറുകളെല്ലാം ഇങ്ങനെ തന്നെയാ, നല്ല ലോഡ് കയറ്റുന്ന ട്രാക്ടറുകൾ. അതുകൊണ്ട് അത്രയും വലിയ ടയർ ഇട്ടേക്കുന്നത്. നിരപ്പ് വഴിയല്ലേ. ഇതുണ്ട് ആ കാണുന്ന അതൊരു പവർ പ്ലാന്റാ. ഇതുണ്ട മഴ പെയ്തത് പാടമെല്ലാം നിറഞ്ഞു കിടക്കുക. ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു. ഇന്നൊക്കെയാലും നല്ല തെളിവാ. ഇതുണ്ടോ ചൂട് കാരണം പുള്ളി ഫാൻ പിടിപ്പിച്ചേക്കുന്നുണ്ടോ? അതൊന്നും അല്ല, കാറ്റാടിയിൽ ഓടുന്ന വണ്ടിയാ അത്. ഇവിടെ നമ്മൾ ഫുൾ റൈറ്റ് വലിയൊരു റൗണ്ടാണ്. നർവാന നമുക്ക് പോകണ്ടേ. നർവാന വഴിയല്ലേ? അംബാല, കൈത്താൾ, നർവാന, ജജൻവാല. അതുണ്ടോ തലക്കെട്ട് കെട്ടിയ ഒരു വണ്ടി ഉണ്ടോ? അതെ, നല്ലപോലെ തലക്കെട്ടാണല്ലോ. തലപ്പാവാ, പഞ്ചാബല്ലേ? പഞ്ചാബല്ല, ഹരിയാനയാണ്. ഹരിയാന പഞ്ചാബിലേക്ക് കയറിയല്ലേ? പഞ്ചാബിലോട്ട് കയറും. പക്ഷെ അവിടെ കുറെ വണ്ടികളുണ്ടായിരുന്നു കേട്ടോ. വണ്ടിക്കാരും ബൈക്ക് പിക്കപ്പ് പോകുന്നുണ്ടോ? ബൈക്ക് ട്രെയിലറാ. ശരിയാ, ട്രെയിലറാ. 2 പിക്കപ്പാ. പിക്കപ്പ് കാണാൻ മേല. ഗ്യാവിന്റെ ഫ്രണ്ട് മാത്രം ചില കാണത്തുള്ളൂ. ഇത് ഈ ഹരിയാനന്നുണ്ടല്ലോ, ഈ കാലിത്തീറ്റ കൊണ്ട്, കാലിത്തീറ്റ കാലിക്കുള്ള ഇതില്ലേ, ഈ ഞാൻ പറഞ്ഞില്ലേ കച്ചി പോലെ കട്ട് ചെയ്ത സാധനം, അതാ അതിനകത്തല്ല. മുമ്പ് കണ്ട വണ്ടിയിലൊക്കെ അതെ. ഇങ്ങോട്ട് വന്നപ്പോ മൊത്തം ഗോതമ്പ് പാടങ്ങളാണ്. ആ സൈഡും അതെ, 2 സൈഡിലും ഗോതമ്പ് പാടമാണ്. പിന്നെ കരിമ്പുണ്ട്, അത് നിൽക്കുന്ന കരിമ്പാ. നമ്മുടെ കിളി ഉറങ്ങിപ്പോയി. കിളിക്ക് ലോറിയിൽ അധികം വന്ന് പരിചയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഈ ക്ലൈമറ്റ് പെട്ടെന്ന് മാറുമ്പോഴും ഒക്കെ ഭയങ്കര ക്ഷീണമാണ്. ഞാൻ കുറച്ചങ്ങ് അങ്ങനെ യാത്ര ചെയ്താലേ അതങ്ങ് മാറുള്ളൂ. ആദ്യമൊക്കെ ആയതുകൊണ്ട് പോട്ടെ. അതെ, ഇതുണ്ടാ ബൈക്ക് ട്രെയിലർ എത്ര എണ്ണോ പോയെന്ന് നോക്കിയേ. കുറെ എണ്ണം കണ്ടേ. ഹരിയാന പറയണ ഫുള്ള് നിരപ്പ് പ്രദേശങ്ങൾ തന്നെയാണ്. കയറ്റമെന്ന് പറയുന്നേ ഇല്ല, ഒന്നുമില്ല, എല്ലാം നിരപ്പ് റോഡ്. നർവാന ബൈപ്പാസ് ആയത്. ടൗണിലേക്ക് അങ്ങോട്ട് പോകണം. എല്ലാം ബൈപ്പാസ് ആയതുകൊണ്ട് എന്ത് എളുപ്പമുണ്ട്. ഇതുകൊണ്ട് ഒരു വണ്ടിക്കാരൻ ഇതില് പുള്ളി തോന്നുന്നതിലെ കയറി വരുവാണല്ലോ. അപ്പുറത്തെ അരികൾ പോകണ്ട. അമേരിക്കയില ഓടിച്ച് പഠിച്ചാന്ന് തോന്നുന്നു. ബൈപ്പാസ് ആയതുകൊണ്ട് എന്ത് സുഖമായല്ലേ. അതെ, നല്ല അടിപൊളി ഗോതമ്പ് പാടം. 2 സൈഡും അതുപോലെ. എന്നാ കളറാന്ന് നോക്കി. അപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് കൂടുതൽ ഈ ഗോതമ്പ് കൃഷിയാണ് കണ്ടേ. ഗോതമ്പും കരിമ്പും പിന്നെ കുറച്ച് കോട്ടനും ഉണ്ടായിരുന്നു. ഹരിയാനയിലെ എല്ലാ കൃഷികളും ഉണ്ട്, ഒരുപാട് കൃഷികളുണ്ട്. ഇതുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കരിമ്പൻ തോട്ടമുണ്ട്. ആ കരിമ്പിനകത്തെല്ലാം വെള്ളം കയറി കിടക്കുക മഴ പെയ്ത്. അതന്നെ വീടാണോ കാണുന്നത്, അതോ കച്ചിത്തൂറുമാണോ? അത് ഇവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന. അതെ അല്ലേ? നെല്ലും അങ്ങനെയുള്ളതൊക്കെ ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കുന്നതുവാ. പിന്നെ അതുപോലെ വീടും ഉണ്ട്, പഴയ വീടും അങ്ങനെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് പാടത്തിന് നടുക്കൊരു വീട്, പഴയ വീട്. കുരുക്ഷേത്ര 92 കിലോമീറ്റർ. ഈ കുരുക്ഷേത്രയിലാണോ പണ്ട് യുദ്ധം ഉണ്ടായത്? ആ കുരുക്ഷേത്ര തന്നെ ഇത്. അത് തന്നെ ഇതല്ലേ? എവിടാന്നറിയോ? നേരെ മുന്നില്. നേരെ മുന്നില്. അത് നമ്മളെ ഡൽഹിന്ന് പാനിപ്പട്ട റൂട്ടില്ലേ, അവിടെ. ആ വഴിക്കല്ലേ? 44 NH44. ഞാൻ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിലെ വന്നിട്ടുണ്ട്. ശരിക്കും ഇതേ ബൈക്കിന്റെ പുറയുന്ന ഈ പുറയിലത്തെ ആ പെട്ടിയിലേക്ക് 2 ബോൾട്ട് ഇട്ട് മുറുക്കിയേക്കുക, എന്നിട്ട് ബൈക്ക് ഓടിച്ചോണ്ട് അങ്ങ് പോവാ. ഇതൊന്നും ഇവിടെ ആരും പിടിക്കത്തൊന്നുമില്ലല്ലേ? അങ്ങനൊന്നുമില്ല, ഇവിടെ പിടിക്കുകയല്ല. നമ്മുടെ വണ്ടി കൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ ഒരു സ്റ്റിക്കർ ഉണ്ടായ പ്രശ്നം, ലൈറ്റ് ഉണ്ടായ വിഷയം, പ്രശ്നങ്ങളാ. ഇവിടെ ഉള്ളവർക്കെല്ലാം ആകാം, വെളിയിൽ നിന്ന് വരുന്നവർ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതങ്ങനാണല്ലോ.
അതെ മുംബൈ അങ്ങാലെ കണ്ട എനിക്ക് തോന്നുന്നു ഇതുപോലെ കച്ചി വെച്ചിരുന്നാന്ന് തോന്നുന്നു. ഇത് തന്നെയായിരുന്നു തോന്നുന്നു. ധാന്യപ്പുരം ഉണ്ട് ചില സ്ഥലങ്ങളില്. അതുപോലെ തന്നെ ഡോൺ പബ്ലിക് സ്കൂൾ ആ ട്രാക്ടറിലൊക്കെ ഉണ്ട്. ഇവര് ഏതോ ക്ഷേത്രത്തിൽ പോന്ന കേട്ടോ. നോക്കിയ 2 തട്ടായിട്ട്. ഇപ്പൊ കണ്ട ഇടയനെ വീഡിയോ ഉണ്ടോന്നാ ചോദിച്ചേ. വീഡിയോ കൊടുക്കണ്ടായിരുന്നോ? വീഡിയോ ഉണ്ടല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ അടുത്തെങ്കിലും കടയില്ലല്ലോ. പുള്ളി വിഷമിച്ച് വന്നപ്പം ചിലപ്പോൾ വണ്ടിക്കാരോട് ചോദിച്ചു, വല്ല വണ്ടിക്കാരൊക്കെ കൊടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും ചോദിച്ചേ. അതെ. മുമ്പേ നമ്മൾ അവിടെ ആ പഴയ വണ്ടി കാണാൻ പോയില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഒരു പാർട്ടി തീപ്പെട്ടി ഉണ്ടോന്ന് ചോദിച്ചു വന്നു. ചേട്ടായി കണ്ട ഒരു വലികാരനായിട്ട് തോന്നുന്നല്ലോ. വലിയ കട്ടക്കളവാ അത്. നോക്കി ഇവിടുത്തെ ഒരു ക്ഷേത്രം കണ്ടോ, വ്യത്യസ്തമായ ഒരു ക്ഷേത്രം. കളർഫുള്ളാ അല്ലേ? ശിവക്ഷേത്രമാണ്. ഈ സ്ഥലപ്പേരനെന്നറിയോ? പിഞ്ചുപുര. ആകാശത്ത് നല്ല പടം വരച്ച പോലെ. അതെ. ഹരിയാനയിലെ അസ്തമയം അല്ലേ? അതെ. നമുക്ക് ഇവിടുന്ന് NE5 കയറി പോവാം അല്ലേ. ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേ 2 കിലോമീറ്റർ ഉള്ളൂ. NE5 അല്ലേ? NE5 കലായത്തെന്ന ഈ സ്ഥലപ്പേര്. ഇത് കണ്ടോ, കട്ര പോകുന്ന വഴി 1 കിലോമീറ്റർ തിരിയാം, ഡൽഹിക്കാണ് 2 കിലോമീറ്റർ. അപ്പൊ നമുക്ക് കട്ര റൂട്ടിലാണല്ലോ പോകേണ്ടത്. കട്ടർ റോഡിൽ പോയേക്കാം അല്ലേ? കട്രല്ല, കട്ര. കട്ര ഏതാന്ന് മനസ്സിലായി? മനസ്സിലായി. വൈഷ്ണവ ക്ഷേത്രമുള്ള സ്ഥലം. ജമ്മുവിൽ ചെന്നിട്ട് പോകണം. ജമ്മുവിൽ 30-40 കിലോമീറ്റർ ഉള്ളൂ. എക്സ്പ്രസ് വേ ആണ് കാണുന്നത്. നമുക്കിത് എവിടുന്ന് ലെഫ്റ്റ് തിരിയാം. കട്ര. അങ്ങോട്ട് ഇതുണ്ടോ, ബൈക്ക്, ട്രാക്ടർ, ഓട്ടോറിക്ഷ ഒന്നും അലൗഡ് അല്ല. ഇതുപോലെ കുറെ ഹൈവേകളായാലും ഇനിയും ആവാനുള്ളതൊക്കെ പോലെ ആയാലും എന്നാ സുഖം. നമുക്ക് സൈഡിൽ കൂടെ പോയാൽ മതി. അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക. അവരോട് പറഞ്ഞ് മാറ്റിക്കാം. അട്ടി തള്ളിയിരിക്കുന്നോണ്ടേ. അവിടെ 2-3 പേരേ ഉള്ളൂ. ഒരു ലൈന് തുറന്ന് വെച്ചിട്ട് അമ്മമാർ അവിടെ ഇരിക്കുക. അപ്പോൾ ഇത് നമ്മൾ തന്നെ ഇനി മാറ്റിട്ട് പറ്റേ അത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റാന്ന് തോന്നുന്നു. അത് ഫൈബറിൻ്റെ സാധനമാണ്, വലിയ വെയിറ്റ് ഒന്നുമില്ല. ടോളിന്നേ അവർ വന്നു വെച്ച് നമ്മളോട് വീഡിയോ എടുത്ത എന്തിനാന്ന് ചോദിച്ചത്. ഇതെന്നാ വെച്ചാൽ അധികം വണ്ടിയൊന്നും ഇല്ല അവിടെ. അവര് കമ്പനി കൂടി ഏതാണ്ട് കളി കളിച്ചോണ്ടിരിക്കുക. എന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. നമ്മൾ ഇത്രയും ടോളും കുറച്ച് കൊടുത്തു വെച്ച് പോകുന്നത് അവരെ ആ സാധനം മാറ്റി തരേണ്ട അവരുടെ പണിയാണ്. പിന്നെ വന്നു വെച്ചാൽ എന്നോട് പറയാ വീഡിയോ ഡിലേറ്റ് ചെയ്യണമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞു എന്റെ വണ്ടിയുടെ വീഡിയോ ഞാൻ എടുത്തേ കാണിച്ചു കൊടുത്തു. എന്തിനാണ് ഡിലേറ്റ് ചെയ്യുന്നത്? ഇവിടെ അലൗഡ് അല്ലെന്ന്. അലൗഡ് അല്ലെങ്കിൽ ബോർഡ് എഴുതി വെക്കണം. ബോർഡ് എഴുതി വെക്കണ്ടല്ലേ, അവരൊന്ന് മാറ്റണ്ട. അപ്പൊ അവരുടെ ഇത് വല്ലാണ് എടുത്താന്നുള്ളതാണ് വിഷയം, അല്ല വേറെ കാര്യമൊന്നുമില്ല. ഇത് എവിടെ നിന്ന് അങ്ങോട്ടുള്ള ഹൈവേ? അത് മുമ്പേ പേര് വായിച്ച കേട്ടില്ലേ, ഡൽഹി അമൃത്സർ കട്ര എക്സ്പ്രസ് വേ. അത് ഓർത്തില്ല. സ്പീഡ് ക്യാമറ. ഇവിടെ കാറിന് 120ഉം ട്രക്കിന് 80 കിലോമീറ്ററാണ് സ്പീഡ് ലിമിറ്റ്. എക്സ്പ്രസ് വേ ആണേ വണ്ടി വരുന്നത് കേട്ടോ. അതെ, നോക്കിയേ സൺസെറ്റിന്റെ ആൾ ഉറങ്ങിപ്പോയി. അതെ, സൂര്യൻ മറന്നേക്ക് പുറത്തു വന്നല്ലേ. അതെ, നമ്മൾ ഈ എക്സ്പ്രസ് വേ കയറിയെടുത്ത് ടോൾ 218 രൂപയുള്ളൂ കേട്ടോ. അതെ അല്ലേ? അപ്പൊ ഇറങ്ങുന്നിടത്ത് വേറെ ഉണ്ടോ? ഇറങ്ങുന്നിടത്ത് നല്ല കനത്തിലുണ്ടാവും. പക്ഷെ ടാറിങ് വളരെ മോശമാണ്. പുതിയ ടാറിങ് അല്ലേ? എന്നാലും പുതിയ ടാറിങ് ആവുമ്പോൾ നല്ല രീതിക്ക് വരണം. ഇതാ ഡൽഹി ബൈപ്പാസ് എങ്ങനെയാണെന്ന് പോയി നോക്കി. അതിലും ഭേദമാ. ഇതിനകത്തൊക്കെ ഉണ്ടോ, ഇതൊരു കൃഷിയാ കേട്ടോ. ഇതിനകത്തെല്ലാം തൈകളാ. അതെ അല്ലേ? 2 സൈഡിലും ഉണ്ടല്ലോ. 2 സൈഡും ഉണ്ട്, ഇഷ്ടം പോലെ. ശരിക്കും ഇത് 4 ലൈനേ ഉള്ളൂ, 6 ലൈൻ വേണ്ടതായിരുന്നു അല്ലേ? അതെ. കട്ര 441 കിലോമീറ്റർ, അമൃത്സർ 270. നമുക്ക് ഈ അമൃത്സർ റൂട്ടിൽ നമുക്ക് പോകണ്ട, നമുക്ക് ജലന്ധർ ലുധിയാന വഴി അങ്ങനെ പോയാൽ മതി. കുറച്ച് ചെന്നിട്ട് ഈ ഹൈവേ ഇറങ്ങാം. ഈ എക്സ്പ്രസ് വേ ഇപ്പം 4 ലൈനാണ് പണിതേക്കുന്നത്. ഭാവിയിൽ ഇത് 8 ലൈൻ ആക്കാവുന്ന പോലെ പണിതേക്കുന്നത്. ഈ ഹൈവേയുടെ ചെലവ് എത്രയാണെന്നറിയോ? എത്ര? 35,000 to 39,000 കോടി. 39,000 കോടി? 39,500 കോടി രൂപയാ. കോടിക്കൊന്നും ഒരു വിലയില്ല. അതേപോലെ തന്നെ 727 കിലോമീറ്റർ ഉണ്ടായിരുന്ന ദൂരം 588 കിലോമീറ്റർ ആയിട്ട് കുറയുകയും ചെയ്യും. അതെ, 150 കിലോമീറ്റർ കുറഞ്ഞു. ഡൽഹിയിൽ നിന്ന് കട്രയ്ക്ക് 14 മണിക്കൂർ ഉണ്ടായിരുന്ന യാത്രാ സമയം 6 മണിക്കൂറായിട്ട് കുറയും. ഇത് പൂർണ്ണമായിട്ട് തീരുമ്പോൾ. പൂർണ്ണമായിട്ട് തീർന്നിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. തീർന്നിട്ടില്ലല്ലേ? അതേപോലെ ഡൽഹി ടു അമൃത്സർ 8 മണിക്കൂർ യാത്രാ സമയം 4 മണിക്കൂറായിട്ട് കുറയും. അതെ അല്ലേ? അതെ, എന്നെ ആണേലും ഉണ്ടല്ലോ ആ പഴയ വഴിയിലായിരുന്നു യാത്രാസുഖം. ഈ എക്സ്പ്രസ് ഹൈവേയിൽ ഇത്രയും കോടി മുടക്കിയിട്ട് ഒരു കാര്യമില്ല, യാത്രാസുഖമില്ല. ഇവിടെ ഒന്നും കുഴപ്പമില്ല, ചില സ്ഥലത്ത് കുന്നും കുഴിയായിട്ട് കിടക്കും. അതുകൊണ്ട് ഇങ്ങനെ ചാടിച്ചാടിയാ പോകുന്നത്. അതുകൊണ്ടാ ഈ സൈഡല്ലവേ ഗ്ലാസ് ആണല്ലോ. ഗ്ലാസ് ആണോ? ഗ്ലാസ്സാന്ന് തോന്നുന്നു. അത് ഫൈബർ ആണോ എന്ന് സംശയമുണ്ട്. അവിടെയൊക്കെ 2-3 ചെറിയ കടകളുണ്ടായിരുന്നു. ഇതിലെ ബൈക്കും പോകുന്നുണ്ട്. അതുകൊണ്ടോ
എക്സ്പ്രസ് ബൈക്ക് ഓട്ടോ ബൈക്ക് ഓട്ടോയും ട്രാക്ടറും ഒന്നും അനുവദനീയമല്ല. ചിലപ്പോഴേ പൂർണ്ണമായിട്ട് ഇത് ഓപ്പൺ ആവാത്തോണ്ടായിരിക്കും, പണി തീരാത്തോണ്ടായിരിക്കും. ഇടയ്ക്കൂടെ വല്ല വഴിയും കാണും കയറാനൊക്കെ ചിലപ്പോ. പോലീസ് ചെക്ക് പോസ്റ്റാ, പോലീസ് ഔട്ട് പോസ്റ്റ് അത്. അത് അവര് അവിടെ ടെന്റൊക്കെ അടിച്ച് കിടക്കുക. എല്ലായിടത്തും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് എന്താ, ട്രക്ക് ഇടത് ലെഫ്റ്റ് ലൈനിൽ കൂടെ പോകണമെന്ന്. നമ്മളിപ്പോഴേ ഹരിയാന ഓടി തീർന്ന് പഞ്ചാബിൽ കയറി. പഞ്ചാബിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, ബോർഡർ ചെക്ക് പോസ്റ്റുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് അറിയത്തില്ല. ബോർഡർ കിടന്ന് പോകുന്ന അറിയത്തേ ഇല്ല. ചെക്ക് പോസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് എന്ത് എളുപ്പമുണ്ട്, സമയലാഭം, പണലാഭം. അതെ, പെട്ടെന്ന് വണ്ടി ഓടിയത്. എക്സിറ്റ് എഴുതിയേക്കുന്ന ഓരോന്നേലും ബോർഡേലേ PB2 പട്ടിയാല ആയിരിക്കും ചിലപ്പോ. പഞ്ചാബ് JK18 കട്ര അവിടുത്തെ രജിസ്ട്രേഷൻ അതെന്ന് തോന്നുന്നു. അതൊക്കെ നല്ല. അതെ, ടാറിങ് ഇവിടെ മോശമാണെന്ന് പറഞ്ഞാലും മോശം എവിടാന്ന് ചോദിച്ചാൽ ഈ കലിങ്ക് വരുന്നിടത്താ, കലിങ്കും പാലം വരുന്നിടത്താ ചാട്ടം. അതാ ഡൽഹി ബൈപ്പാസിലും അങ്ങനെ തന്നെയാ. പിന്നെ ഇതുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡൽഹി ബൈപ്പാസിന്റെ കോൺട്രാക്ടർ തന്നെ ആയിരിക്കും ഇതും ചെയ്തേക്കുന്നത്. ആയിരിക്കും. ഇതുണ്ടോ, ഈ കലിങ്ക് വരുന്നിടത്ത് നോക്കിയാൽ അത് ഭയങ്കര പൊങ്ങി നിൽക്കാവും. വണ്ടി വരുന്ന വഴിയാ ഭയങ്കരമായിട്ട് ചാടും. അതെ, വണ്ടി ചില സ്പീഡിലൂടെ ആണെങ്കിൽ നല്ലോണം ചാടും. ശങ്കരൂർ എക്സിറ്റാ. ശങ്കരൂർ എവിടാന്ന് മനസ്സിലായോ? മറ്റേ 52 ഇവിടെയാണ് തുടങ്ങുന്നോ അവസാനിക്കുന്നോ, അങ്ങനെ രണ്ടും പറയാലോ. ലുധിയാന 106, PB10, ശങ്കരൂര് PB3. എക്സ്പ്രസ് കയറിയിട്ടേ ഇടയ്ക്കൊന്നും പമ്പോ വേറെ കടകളൊന്നും കണ്ടില്ലല്ലേ? ഒന്നും ആയിട്ടില്ല. മലർക്കൊട്ട്ല നമുക്ക് അങ്ങോട്ട് ഇറങ്ങണം കേട്ടോ. അപ്പൊ എക്സ്പ്രസ് വേയിൽ നമുക്ക് ഇറങ്ങണം. ഇവിടെ വരെ ഉള്ളു കേട്ടോ, മറ്റേ മൊത്തം പണി പൂർത്തിയായിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് പണി പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ആ പണി പൂർത്തിയാകുമ്പോ എല്ലാം ആവുന്നേ. ആണ്ടോ, ജലന്ധർ 112 അങ്ങോട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ അതിലെ വഴി ബ്ലോക്ക് ചെയ്തേക്കുക. ഇവിടെ ഈ വീതിയുള്ള ട്രാക്ക് അടച്ചു വെച്ചേക്കുക. നമ്മുടെ അട്ടി തള്ളി സൈഡിലേക്ക് കൂടുതലായി. അപ്പം ആ ലൈനിൽ സ്കാനറിൽ ഇവിടെ വന്ന് സ്കാൻ ചെയ്തിട്ട് റിവേഴ്സ് പോകാനാണ് പറഞ്ഞു. ബാബാ ഇങ്ങോട്ടോ, ഇതിലേ പോരും കേട്ടോ, കുഴപ്പമില്ല. നേരെ വരട്ടെ കുഴപ്പമില്ല. ഇങ്ങോട്ട് പിടിച്ചോ, ലെഫ്റ്റ് പിടിച്ചോ. അല്ല, ഇവിടെ പോകുന്നില്ല, അപ്പം ബാക്കിയുള്ളവർക്കൊന്നും പോരെയായിരുന്നു. അതിനറിയോ, ചില സ്ഥലങ്ങളിൽ വീതി കുറഞ്ഞതുകൊണ്ട്, കറക്റ്റ് വീതി ഉള്ളതുകൊണ്ട്. ഇവിടെ ഇച്ചിരി വീതി ഉണ്ട്, അതാ. പിന്നെ നമ്മൾ എന്തിനാ റിസ്ക് എടുക്കുന്നേ? വീതിയുള്ള സൈഡ് അപ്പുറം ഉള്ളപ്പോ അതിലെ പോയാ പോരെ. നമ്മൾ അതിലെ പോയിട്ട് അവിടെങ്ങാനും തട്ടി കുറയോ വല്ലതും ചെയ്താൽ അവരുടെ ക്യാബിൻ നമ്മൾ പണിത് കൊടുത്തിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. ഇല്ല, നമ്മുടെ പേര് കേസ് വരും. എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നേ? ക്യാബിന്റെ പൈസ കൊടുക്കേണ്ടി വരും. അതെ. അപ്പൊ നമ്മള് എക്സ്പ്രസ്സിൽ നിന്ന് ഇറങ്ങി. താഴെ ഇറങ്ങിയപ്പം ആൾക്കാരും വണ്ടിയും കടകളും ഒക്കെ കാണാൻ തുടങ്ങിയപ്പോ ഒരു സന്തോഷമായി. അതെ, അപ്പൊ അതിലെ പോയിരുന്ന കാര്യം പറഞ്ഞില്ലേ, ഇതുപോലൊരു സംഭവം ഉണ്ടായി. അപ്പം അതെന്നാന്ന് വെച്ചാ, എവിടെ വെച്ചാ, മധ്യപ്രദേശ് വെച്ചാണോ രാജസ്ഥാനിൽ വെച്ചാണോ എന്ന് ഓർക്കുന്നില്ല. നമ്മുടെ ഒരു വണ്ടി ഇതുപോലെ പോയിട്ട് ശകലം കേട്ട് ഇതുപോലെ അട്ടി തള്ളിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഇടയുള്ളായിരുന്നു. ഡ്രൈവർ നോക്കിയില്ല, നേരെ കൊണ്ട് അങ്ങ് നിർത്തി. ഈ സ്കാൻ ആകുന്നിടം വരെ കുഴപ്പമില്ല. സ്കാനായി അതങ്ങ് പൊങ്ങുകയും വണ്ടി മുന്നോട്ട് ഒറ്റയെടുപ്പ്. ഗ്ലാസ് പൊട്ടുന്ന സൗണ്ട് കേട്ടു ചിലപ്പോഴല്ലാന്ന്. അത് ഇപ്പുറത്തെ ഈ സൈഡിലെ ക്യാബിൻ്റെ ഗ്ലാസ് അങ്ങ് പൊട്ടിപ്പോയി. അവർ വിടുവോ? വണ്ടി മേടിച്ച് അവിടെ ഇട്ടു. പിന്നെ പറഞ്ഞ് 1-2 മണിക്കൂർ 2-3 മണിക്കൂർ അവരുടെ ഓഫീസർമാർ ഇവർ വരുന്നു സംസാരിക്കുന്നു. ലാസ്റ്റ് 5000 രൂപ കൊടുത്തിട്ട് പോകുന്നു. 5000 രൂപ റെസിപ്റ്റ് ഒന്നും ഇല്ല. അതിലപ്പോൾ അവിടെ ഇരുന്ന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. 5000 രൂപ കൊടുത്താനാണല്ലോ. അപ്പം എന്തിനാ ആ പണിക്ക് പോകുന്നത് അല്ലേ? ഒരു ശാലം സമയം പോയാലും അപ്പുറത്തെ സൈഡിൽ കൂടെ പോയി ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഇതേപോലുണ്ട്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നല്ലതാ. എന്നാ പറയുന്നത്, കൂടുതൽ ശ്രദ്ധിക്കും നമ്മൾ പല കാര്യങ്ങളും. ഇങ്ങനെയും വരാം എന്നുണ്ടോ, ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പം അതിനാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെ ലൈൻ നോക്കാറുണ്ടോ? ഇപ്പൊ ഈ ലോഡിങ്ങോട്ട് തള്ളി നിൽക്കുന്നോണ്ടാണല്ലോ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇല്ല, നോക്കുവോ? എല്ലാം നോക്കേണ്ട കാര്യമില്ല, നേരെ പോയാൽ മതി. നേരെ എവിടെ വണ്ടി ഇല്ല ആ ട്രാക്കിലൂടെ നമ്മൾ കയറി പോകും, അത്രേ ഉള്ളൂ. അതൊക്കെ പറഞ്ഞാൽ ആരായിരുന്നു ആ മഹാനുഭാവൻ? നമ്മുടെ ഒരു ഡ്രൈവറായിരുന്നു. പൊന്നോ ഹരിയാന എന്ന് കിടന്ന് ഉറങ്ങിയിട്ട് പഞ്ചാബിൽ വന്നാണ് ഉണർന്നത്. ലുധിയാന എത്തി. ലുധിയാന ബൈപ്പാസിലാണ് നമ്മൾ. ഇതുണ്ടോ ചെറിയൊരു വണ്ടി പോകുന്നുണ്ടോ? കച്ചി വണ്ടിയാ, ട്രാക്ടറാ, കച്ചിയുടെ ട്രാക്ടർ. ഓ, എത്ര വണ്ടിയാ നോക്കിയേ, ചെറിയ ലോഡാ അല്ലേ? ഈ വണ്ടി ഇവിടെ നിർത്തിയേക്കാം, അതുകൊണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഒന്നും അല്ല കേട്ടോ. അല്ല കേട്ടോ. അതെ, നമ്മളെ ലുധിയാന ടൗണിൽ കൂടെ കയറിയാ വന്നേ.
രാത്രി ആയതുകൊണ്ട് കുഴപ്പമില്ല, 10 മണിക്ക് ശേഷം നേരെ പോവാം. ലുധിയാന കഴിഞ്ഞിട്ടേ നമുക്ക് ആ ഹൈവേയിലേക്ക് കയറിയിട്ട് എവിടെയെങ്കിലും ഒതുക്കി കിടന്ന് ഉറങ്ങാം. എന്നിട്ട് രാവിലെ പോയപ്പോരെ. ആ മതി കഴിക്കണ്ടേ? കഴിക്കണം. അതെ ക്ലോക്ക് ടവറാ, എലിവേറ്റഡ് ഹൈവേ. കുറേ ദൂരം ഉണ്ടല്ലോ, കുറേ നേരമായി നമ്മൾ ഈ പാലത്തെ കയറിയിട്ട് മുകളിൽ കയറിയിട്ട്. എന്താ ടൗണെല്ലാം താഴെയാണ്. പണ്ട് താഴെ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അതെ. ഇപ്പോൾ നമ്മൾ വന്ന് 44ലേക്ക് കയറുക. അപ്പോൾ ഇനി ഇവിടെ നേരെ ജലന്ധർ, പത്താൻകോട്ട്, ജമ്മു, ശ്രീനഗർ ഒറ്റ വഴി 44 കൂടെ തന്നെ പോയാൽ മതി. ഇനി ഒരിടത്തും മാറണ്ട. ജലന്ധർ 52 കിലോമീറ്റർ. സത്ലജ് നദിയാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. ഇപ്പോഴേ നമ്മളിപ്പോൾ ഇത് ജലന്ധർ എടുക്കാറായി. ജലന്ധർ ഒരു 21 കിലോമീറ്റർ കൂടെ ഉള്ളൂ. എന്നാൽ പിന്നെ കാശ്മീരിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. നാളെ കാണാം.